പുകവലി അർബുദത്തിന് കാരണമാകുന്നു.
ലോകത്തില് ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്ക് മനുഷ്യനുണ്ടാക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഒരർത്ഥമുണ്ടാകും. അതേപോലെ തന്നെയാണ് ഈ കഥയും. എടാ, മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതെടാ. എങ്ങനെങ്കിലും കസ്റ്റമറോട് സംസാരിച്ചാ വീട് ശരിയാക്കാൻ നോക്ക്. നിന്റെ കഷ്ടപ്പാട് ഓർത്തിട്ടാ ഞാൻ നിനക്കത് തന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് തീർത്തേനെ. നീയാണെങ്കിൽ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുക. നീ ശരി വെക്ക്. ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം മാഡം. ഞാൻ പറഞ്ഞ വീട് ഇതാ. സൂപ്പർ ആയിരിക്കും സാർ. ആദ്യം ഡയലോഗ് നിർത്ത്. 3 ദിവസമായിട്ട് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ല സാറേ. മുമ്പ് കാണിച്ച വീടിനേക്കാളും ഇത് വളരെ സൂപ്പറാ. ഞങ്ങളെ ട്രിക്സേ അങ്ങനെയാ. ഞങ്ങൾ ആദ്യം സാധാരണ വീട് കാണിക്കും. അത് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇതുപോലെ നല്ല വീടുകൾ കാണിച്ചു തരും. സാർ, ഈ വീടിന്റെ ബ്യൂട്ടി മനസ്സിലാവണമെങ്കിൽ ഒരു ടേസ്റ്റ് വേണം സാറേ. അങ്ങനെയാണോ? ഡിസൈൻ അത്രയ്ക്ക് നല്ല സൂപ്പർ ഡിസൈനാ സാറേ. ഈ വീട് കെട്ടിയ ഒരു ചൈനക്കാരനാ സാർ. അത് പിന്നെ ഈ വീടിന്റെ പണി തീരുന്നതിന് മുമ്പ് തന്നെ പാവം അയാൾ ഇവിടം വിട്ടുപോയി. ഇത്രയ്ക്ക് ഷോക്കൊന്നും വേണ്ട മാഡം. അവൻ ചൈനയിലോട്ടാ പോയത് സാർ. എൻട്രൻസ് അവിടെയാ. വരൂ സാർ. ഫുള്ള് ഫർണിഷ്ഡ് ആണല്ലോ. വാസ്തു നോക്കി വെച്ച് വിടാൻ തോന്നല്ലേ? അരുൺ, കിച്ചൺ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓക്കെ. നൈസ് വ്യൂ. നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുന്ന വീട് തന്നെയാണ്. വൗ, ഹോം തിയേറ്റർ ഉണ്ട് അരുൺ. മാസ്റ്റർ ബെഡ്റൂം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അരുൺ, ലൈറ്റ്, എയർ, ആംബിയൻസ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോ? എനിക്ക് ബെഡ്റൂം ഒത്തിരി ഇഷ്ടപ്പെട്ടു. വീട് അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. എന്താ? അത് കാലത്ത് മുതൽ എല്ലാ ജോലിയും നീ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നേ. അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നാ. അങ്ങനെയാണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നീ ആഹാരം ഉണ്ടാക്ക്. ഞാൻ കുളിച്ചിട്ട് വരാം. എന്തിനാ ഈ ഡെക്കറേഷൻസ് ഒക്കെ? ഫസ്റ്റ് നൈറ്റ്. നമ്മുടെ 90 ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു. ഇത് ഈ വീട്ടിലെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഏയ്, എവിടേക്കാ? ഡിന്നർ എടുക്കാൻ. ഇപ്പൊ വേണ്ട. എന്താ? ഇന്ന് 2G അല്ല 4G. 4Gയോ? ഇപ്പൊ അവരെന്താ ചെയ്യുന്നേ അത് അതുപോലെ നമ്മൾ ഇവിടെ ചെയ്യണം. ഏയ് വേണ്ട. പ്ലീസ്. നോ വേ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇതൊന്നും വേണ്ട. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ ചക്കരയല്ലേ? അപ്പൊ ഷോപ്പിങ്ങിന് പോയാലോ? ഓക്കെ ഓക്കെ. ഷോപ്പിംഗ് പോവാം. ഞാൻ റെഡിയാ. എന്താ? സ്റ്റാർട്ടായി. നിക്കടി നോക്കട്ടെ. ഓ, 1 മിനിറ്റ്. കയ്യിൽ തരില്ല അല്ലേ? അതിലെങ്ങനെയാണോ അതുപോലെ കട്ടി. വേഗം കട്ടി കട്ടി. വേഗം കട്ടി. പുതിയ ഷർട്ട് അരുൺ. അതൊന്നും കുഴപ്പമില്ല, നീ കട്ടി.
ഒരു എഫക്റ്റ് ഇല്ലല്ലോ. ഒരു മിനിറ്റ്. മൊത്തം മൂഡ് സ്പോയിലാക്കിയല്ലോ. പോരാത്തിന് പീഡിപ്പിക്കാൻ വേണ്ടി ഒരു ടൈറ്റിലും. നമുക്ക് ഈ 4G 5G സെറ്റ് ആവില്ല കേട്ടോ. നമുക്ക് 2G പോയി പോരെ. 4G എന്നല്ലേ പറഞ്ഞ്? അതറിയാതെ പറഞ്ഞു പോയതാ. കത്തിക്ക് തന്നെ. നമ്മൾ ഷോപ്പിങ്ങിന് പോവോ അതോ? ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. ഓക്കേ. ഷോപ്പിംഗ് തീർച്ചയായിട്ടും. ഹലോ, വാട്ട്? എന്ത് പറ്റി അരുൺ? ഡ്രൈവർ കാർ ആക്സിഡന്റ് ഉണ്ടാക്കി. എന്തിനാ ടെൻഷൻ ആവുന്ന? അതിന് ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഇൻഷുറൻസ് ഇന്നലത്തോടെ കഴിഞ്ഞു. Have a nice day. ഹേയ്, എന്താ ഡള്ളായിരിക്കുന്ന? വിശക്കുന്നുണ്ടോ? ഇപ്പൊ തരാവേ. ആരെന്താ വേണ്ടേ? വീട്ടുജോലിക്ക് ആളെ വേണമെങ്കിൽ പറയും മാഡം. വേണ്ട, ഇവിടെ ആവശ്യമില്ല. സന്ധ്യ, കൈക്കെന്തു പറ്റി? ഒന്നുമില്ല, ബാത്റൂമിൽ നിന്ന് സ്ലിപ്പായതാ. വേദന ഒന്നുമില്ലല്ലോ? ഇല്ല, സേഫ്റ്റിക്ക് വേണ്ടി കെട്ടിവെച്ചതാ. എന്താ അരുൺ ഡള്ളായിരിക്കുന്ന? എന്റെ ജോലി പോയി സന്ധ്യ. വാട്ട്? ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. രാവിലെ കാർ ആക്സിഡന്റ്, ഉച്ചയ്ക്ക് ഞാൻ താഴെ വീണു, വൈകുന്നേരമായപ്പോ നിന്റെ ജോലിയും പോയി. ഇതെല്ലാം ബാഡ് സൈൻസ് ആണ്.
സന്ധ്യ നീ ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആവശ്യമില്ല. അരുൺ, എനിക്കെന്തോ ഈ വീട്ടിൽ നിന്ന് മാറിയ നന്നായിരിക്കും തോന്നുന്നുണ്ട്. പക്ഷെ ഈ വീട് നിനക്ക് ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞേ? ഇഷ്ടപ്പെട്ടു, പക്ഷെ നടക്കുന്നതെല്ലാം കാണുമ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നേ. ഓക്കെ, നാളെ ബ്രോക്കറെ വിളിച്ചിട്ട് വേറെ വീട് നോക്കാൻ പറയാം. മൂഡ് ശരിയല്ല, നമുക്കൊന്ന് പുറത്തു പോയാലോ? റെഡി ആയിട്ട് വാ. 5 minutes. അരുൺ! സന്ധ്യ, 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 എന്തു പറ്റി സന്ധ്യ? സന്ധ്യ, 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 ഇവിടെ നോക്ക് സന്ധ്യ. സന്ധ്യ, എന്തു പറ്റി? കണ്ണിൽ നോക്ക്. ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട്? യെസ്, ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഷീസ് പ്രഗ്നന്റ് നൗ. വാട്ട്? അതെ, നിങ്ങൾ അച്ഛനാവാൻ പോവാ. നിന്നെ അപ്പൊ പോവല്ലേ? പോകാം, ഒരു മിനിറ്റ്. ആദ്യം ഈ മെഡിസിൻസ് എല്ലാം കഴിക്കണം. 1 വീക്കിൽ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ വരണം. ഇപ്പൊ പോവല്ലേ? എന്താ ഇത്ര തിടുക്കം? വാ, നമുക്ക് പോവാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. പോയിക്കോളൂ. പോകുമ്പോ ഗേറ്റ് കൂടെ നടച്ചേക്കണേ. ചക്കരേ, സന്തോഷമായോ? ഡബിൾ ഹാപ്പി. ഡബിൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്ത ടിൻസ് എന്ന് ഉറപ്പിച്ചോ? ട്വിൻസ് ആണോ ട്രിപ്പിൾസ് ആണോ അറിയില്ല. ആദ്യം ഇത് നോക്കി. എന്റെ ഡ്രീം ജോബ് എനിക്ക് കിട്ടി. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. ആൻഡ് ഐ ലവ് യു വൈഫ്. ഐ ആം റിയലി ഹാപ്പി. ഈ വീട്ടിലെ ഫസ്റ്റ് ബെസ്റ്റ് മൊമെന്റ്സ്. പക്ഷേ നീ വേറെ വീട് നോക്കാനല്ലേ പറഞ്ഞേ? നമുക്ക് നോക്കിയാലോ? ഇവിടുന്ന് മാറാനോ? ഇവിടുന്ന് മാറാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്താ പേടിച്ചു പോയോ? കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് അത്. സന്ധ്യ, ആ സൗണ്ട് അല്ല, നിന്റെ എക്സ്പ്രഷൻ കണ്ടാ ഞാൻ പേടിച്ചേ. ഇത് പിടിക്ക്, ഞാൻ ആരെ നോക്കിയിട്ട് വരാം. ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടുത്തെ പിള്ളേരായിരിക്കുമെന്നേ. പക്ഷേ ഈ സമയത്ത് പിള്ളേർ കളിക്കുവോ? അല്ലെങ്കിൽ പ്രേതമായിരിക്കും. അരുൺ, ആദ്യം ആ ബെല്ലെടുത്ത് മാറ്റ്. ആ ബെല്ല് കേൾക്കാൻ മാത്രമല്ല, കാണാൻ പോലും പ്രേതത്തിനെ പോലെയുണ്ട്. ശരി, വീട്ടിൽ ഭംഗിയുള്ള ഒരു പ്രേതം വേറെ ഉണ്ടല്ലോ, എടുത്തേക്കാം. ഹാവ് എ നൈസ് ഡേ. ആ, പിന്നെ ഒരു കാര്യം, കാറിന് കുഴപ്പമൊന്നുമില്ല. ഇൻഷുറൻസ് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഓഫീസിലെത്തി, പിന്നെ വിളിക്കേ. Excuse me. Yeah. Hi, Arun. ഹായ്. Welcome to the company. Thank you. We heard lot about you. And your work also. And we have lot of expectation from you. I'll do my best, sir. You can join from tomorrow evening. Is there any problem? No, sir. No issues. Okay then, you can join from tomorrow evening. Sure, thank you. ഹായ് അരുൺ. ഹായ്ഡാ. കൺഗ്രാറ്റ്സ് അളിയാ, അവസാനം നീയും ഫാദേഴ്സ് ക്ലബ്ബിൽ ചേർന്നു അല്ലേ? എടാ, ആക്ച്വലി എനിക്കൊരു സഹായം വേണടാ. ആ പറടാ. ഞാനൊരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുക. എനിക്ക് 1 വീക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. സന്ധ്യക്ക് രാത്രി ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. അവൾ വല്ലാതെ പേടിച്ചു പോകും. അതുകൊണ്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിന്റെ വൈഫിനെ ഒന്ന് സന്ധ്യക്ക് കൂട്ടായിട്ട് അങ്ങോട്ട് വിട്ടാ നന്നായിരുന്നു. നിനക്ക് അറിയാവുന്നതല്ലടാ, എന്റെ മക്കൾക്ക് പരീക്ഷയല്ലേ. അവളെന്തോ IAS പഠിപ്പിക്കുന്ന പോലെ രാത്രി മൊത്തം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുക. ആ ശരി, ഒരു കാര്യം ചെയ്യാം. എന്റെ സിസ്റ്റർ ഇല്ലേ? ആര്, ശ്രുതിയാണോ? അവളെ വേണമെങ്കിൽ കൂട്ടിക്കോ, അവളുടെ എക്സാം കഴിഞ്ഞല്ലോ. ഷുവറാ, താങ്ക് യു. ഏയ് താങ്ക്സ് ഞാനാടാ നിന്നോട് പറയണ്ടേ, അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന്. ശരി,
ഞാൻ ഈവനിങ് വന്ന് അവളെ കൂട്ടിയിട്ട് പോയിക്കോളാം. ഓക്കെ ബൈഡാ. ബൈഡാ. താങ്ക്സ് അഗെയിൻ. സാർ ഒരു കാർ വരുന്നുണ്ട് സാർ. കാറിൽ ആരാടുള്ളത്? 2 ആൺകുട്ടികളാ സാർ. വിട്ടേക്ക്. വേറൊരു കാർ വരുന്നുണ്ട് സാർ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാ. നിർത്താൻ പറ. സ്റ്റോപ്പ്. നിർത്ത്. RC ബുക്ക് എടുത്തേ. ലൈസൻസ്, ഇൻഷുറൻസ് എടുക്ക്. പേരെന്താ? ശ്രുതി. ഇറങ്ങി വാ. എന്തിന്? ചെക്കിംഗ് ആടാ. നാട് മുഴുവൻ ചീറ്റിംഗ് കേസുകളാ. എന്തൊക്കെ സാധനങ്ങളാ എവിടേക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കണെന്ന് നോക്കണല്ലോ. സാർ കമ്മീഷണർ ഫോണാ സാർ. സാർ എവറിത്തിങ് അണ്ടർ കൺട്രോൾ. ആ ശരി പോയിക്കോ. സാർ ഐ വിൽ മാനേജിങ് സാർ. നോ പ്രോബ്ലം. താങ്ക് യു സാർ. കാർ എവിടെ? ചെക്കിംഗ് കഴിഞ്ഞിട്ട് അവർ പോയി സാർ. ശ്രുതി? ശ്രുതി ആരാ സാറേ? അറ്റ്ലീസ്റ്റ് ആ കാർ നമ്പറെങ്കിലും നോട്ട് ചെയ്തായിരുന്നോ? കാർ നമ്പർ എന്തിനാ സാറേ? ശ്രുതി. വീട് നന്നായിട്ടുണ്ടല്ലോ. താങ്ക് യു. യു സന്ധ്യ റൈറ്റ്? യാ. ഹായ്. ഇത് ശ്രുതി, എന്റെ ഫ്രണ്ട് കിഷോറിന്റെ സിസ്റ്ററാ. ഓ ഹായ്. ഹായ്. അരുൺ, ഷീസ് ബ്യൂട്ടിഫുൾ. ഐ നോ. താങ്ക് യു. യുനോ സന്ധ്യ, യു ആർ വെരി ലക്കി. അരുണിനെ കല്യാണം കഴിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോ അവനെ പ്രപ്പോസ് ചെയ്യാനായിരുന്നു വിചാരിച്ച്. മൈ ബാഡ് ലക്ക്. അതിനുള്ളിൽ നീ സ്കോർ ചെയ്തല്ലോ. സന്ധ്യ, ഷീസ് കിഡിങ്. നീ പോയി ചായ എടുത്തിട്ട് വാ. ശരി. യാ വെയിറ്റ് സന്ധ്യ. അരുൺ എപ്പോഴും നീ ഉണ്ടാക്കുന്ന കോഫിയല്ലേ കുടിക്കുന്നത്? ഇന്ന് ഞാൻ ഉണ്ടാക്കി തരാം കോഫി. ഏയ് അതൊന്നും സാരമില്ല. കിച്ചൺ അവിടെ. ഓക്കെ. അരുൺ, ഏതാ പെണ്ണ്? പറഞ്ഞില്ലേ അത് കിഷോറിന്റെ സിസ്റ്റർ ആണെന്ന്. അതല്ല, ആ. ഇങ്ങോട്ട് എന്തിനാ വന്ന്? ആ റെഡ് ബോക്സിൽ ഇരിക്കുന്നല്ലേ കോഫി പൗഡർ? ഹാ. എന്റെ പുതിയ ജോബിൽ ആദ്യത്തെ ആഴ്ച മുഴുവൻ നൈറ്റ് ഡ്യൂട്ടിയാ. നീ തനിച്ചില്ലെന്ന് വിചാരിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവന്നേ. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. സന്ധ്യ, വൈറ്റ് ബോക്സിലുള്ളല്ലേ ഷുഗർ? ആ. ഒരാഴ്ചയോ? നോ വേ. ഞാൻ രാത്രി ലൈറ്റ് ഇട്ട് ഉറങ്ങിക്കോളാം. ഇത്രയും നാളും നീ ഓഫീസിൽ പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ഇവിടെ. എനിക്കെല്ലാം ഇണങ്ങി ഇവിടെ. അവളെ പറഞ്ഞു വിടാൻ നോക്ക്. അവള് പാവടി, നല്ല പെണ്ണാ, മനസ്സിലൊന്നും. താങ്ക് യു. ഇത് നിനക്കല്ല, എനിക്ക്. നീ എനിക്ക് കോഫി ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഈ കോഫി എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി. എന്താണെന്ന് അറിയോ സന്ധ്യ? പ്രഗ്നന്റ് ആയിട്ടുള്ളവര് കോഫി കുടിക്കാനേ പാടില്ല. ആ, അത് കറക്റ്റ് അല്ലേ? അരുൺ, കോഫി എങ്ങനെയുണ്ട്? ആ, നന്നായിട്ടുണ്ട്. ആ, കുടിക്കാതെ നിനക്ക് എങ്ങനെ അറിയാം? അരുണിനെ കണ്ടാൽ തന്നെ അറിയാലോ. കാപ്പിയുടെ രുചി അവൾക്ക് എങ്ങനെയാന്ന്. റൂം ഒന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്ക്. വാ ശ്രുതി, കം. ശ്രുതി, ആ? ഇവിടെ. എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വേണ്ട, ഫസ്റ്റ് ഫ്ലോറിലുള്ള റെഡ് ബെഡ്റൂം മതി. അതെന്താന്ന് വെച്ചാ നീ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കോഫി എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ മേലെ താഴെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് താഴത്തെ ഗസ്റ്റ് റൂമിൽ താമസം മതി എന്ന് പറയുന്നത്. അവള് നിന്നെ അത്രയും കെയർ ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയൊന്നുമില്ല അരുൺ, നീ തന്നെയല്ലേ പറഞ്ഞ് സന്ധ്യയുടെ റെഡ് ബെഡ്റൂം നല്ലതാണെന്ന്. ഐ ഓൾവേസ് പ്രിഫർ യുവർ ടേസ്റ്റ്, റൈറ്റ്? അല്ല, ഞാൻ എന്താ പറഞ്ഞ സന്ധ്യ. Indiana horror. I love it. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल.
സന്ധ്യ സന്ധ്യ പറയുന്ന കേക്ക്. സന്ധ്യ 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 ഒരു മിനിറ്റ്. പെട്ടെന്ന് നീയെന്ന് വിചാരിച്ചു പോയി. എന്റെ സാരി അവളെടുത്ത് കൊടുത്താ ഞാൻ അവളാവുന്നോ? അല്ല, പിറകെ നോക്കിയപ്പോ പെട്ടെന്ന് നിന്നെ പോലെ. അവളുടെ ഷേപ്പ് എന്നെ പോലെയാണെന്നോ? അല്ല, നിന്റെ സാരി എന്തിനാ അവൾ കൊടുത്തേ? ചോദിച്ചപ്പോ ഞാൻ എടുത്തു കൊടുത്തു. അപ്പൊ അവള് ഞാൻ ആവുന്നാണോ? അല്ല, ഒരു കൺഫ്യൂഷനില്. ഷട്ട്. സന്ധ്യ Go to hell. പ്ലീസ്. അവളെ പോലെ റെഡിയാവുന്ന മാത്രമല്ല, അവളെ പോലെ നടക്കുകയും ചെയ്യണം. കമ്മിങ് ബേബി. നോക്കല്ലോ, എന്റെ അടുത്ത് വരുമോ അത് അവളുടെ അടുത്തേക്ക് പോകുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓഫീസിൽ പോകാൻ എങ്ങനെയാ തോന്നുന്നേ? സന്ധ്യ നന്നായി നോക്കണേ. ഓക്കേ. അവളെന്തോ ഇവനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇരുന്നു. ഇവനാണെങ്കിലോ എന്നെ നോക്കണമെന്നും പറഞ്ഞ് അവ കൊമ്മയും കൊടുത്ത് പുറത്തേക്ക് പോയി. അരുൺ, നീ എനിക്ക് വേണ്ടിയാണ് അവളെ കൊണ്ടുവന്നേ, ഇല്ലെങ്കിൽ അരുണിന് വേണ്ടി അവള് വന്നതാണോ? ഞാൻ ഇവിടെ ഉള്ളപ്പോഴേ അവര് തമ്മിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലേ. ഹലോ, ഇപ്പോഴും നിന്റെ ദേഷ്യം മാറിയില്ലേ? ഞാൻ എന്താ അങ്ങനെ ചെയ്തതെന്നറിയോ? സന്ധ്യ പോലെ അല്ലാതെ വേറെ ആരെ പോലെ ഇരുന്നാലും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കോയമ്പത്തൂരിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണ് തന്നെ എനിക്കിഷ്ടം. എനിക്ക് എൻ്റെ സന്ധ്യ പോലെ തന്നെ ഇരിക്കണം. ഞാൻ ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്നെ നോക്കാൻ വേണ്ടിയാ. നീ ശ്രുതിയെ കണ്ടിട്ട് ഇൻസ്പെക്ടർ ആവേണ്ട ഒരു കാര്യമില്ല. ആൻഡ് ശ്രുതി ഈസ് വെരി നൈസ് ഗേൾ. ശരി, യു ടേക്ക് കെയർ. ലവ് യു ഡാ. ബൈ. അരുൺ ഓക്കെയാണ്, പക്ഷെ ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഈ വീട്ടിൽ നിന്ന് അവളെ പെട്ടെന്ന് പുറത്താക്കണം. കഴിഞ്ഞ 10 വർഷമായി മാനസ സരോവരത്തിൽ ധ്യാനത്തിലിരുന്ന നമ്മുടെ മഹാജ്ഞാനി, കൂടാതെ ഒരുപാട് പേര് കേട്ട സോംനാഥ് ബാവയും അവരുടെ ധ്യാനം തീർത്തിട്ട് ആശ്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവേഷാം സ്വസ്തിർഭവതു. യജ്ഞാനാം സ്ത്രീ പരസ്പര. ജനങ്ങളുടെ നന്മയ്ക്കായി കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ ധ്യാനത്തിലായിരുന്നു. അതെ ബാവാജി, നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർക്ക് എങ്ങനെ ഇവിടെ വരാനാവും? എപ്പോ വേണമെങ്കിലും വന്ന് കാണാം. വരുന്നവർക്ക് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ട്വിറ്റർ, മൊബൈൽ ഏതു വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ബാബ, ബന്ധപ്പെടാം. നിങ്ങൾ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ടെക്നോളജിയെ ഒരു കാലത്തും മാറ്റി നിർത്താനാവില്ല. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ വാർത്തകളെ ജനങ്ങളിലെത്തിക്കുന്ന മാധ്യമവും സാറ്റലൈറ്റിന്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് 3Gയും 4Gയും ഉപയോഗിക്കുന്നതും ദൈവത്തെ കണ്ടെത്താനുള്ള വഴികൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം പ്രയോഗിച്ചേ മതിയാകൂ. മനുഷ്യന്റെ അറിവുകളെ ഈശ്വരനോളം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അടഞ്ഞുകിടക്കുന്ന അറിവുകളെ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ദൗത്യം. നന്ദി ബാബ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വന്ന് കാണാവുന്നതാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി ബാബ നാളെ ചെന്നൈയിലുള്ള ആശ്രമത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ശ്രുതി, അരുൺ, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. എന്തുപറ്റി? നീയും സന്ധ്യ വഴക്കട്ടോ? പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പെട്ടെന്ന് വീട്ടിലേക്ക് വാ.
2 മണിക്കൂർ കഴിഞ്ഞിട്ട് ജോലി തീരും, അപ്പൊ വരാം. എനിക്കറിയില്ല, നീ പെട്ടെന്ന് ഹലോ വീട്ടിലേക്ക് വാ. ഹലോ എന്തു പറ്റി ശ്രുതി? അരുൺ, അത് നിക്ക് ടെൻഷൻ ആവണ്ട. എന്താന്ന് പറ. കിച്ചണിലെ ടാപ്പ് ഓണായിരുന്നു, ഓക്കെ. ക്ലോസ് ചെയ്തു. ആ. അപ്പൊ പവർ കട്ടായി. ക്യാൻഡിൽസ് കത്തിച്ചു വെച്ചു. അപ്പൊ മേലിലുള്ള റൂമില് പെട്ടെന്ന് എന്റെ ഷാഡോ മറഞ്ഞു പോയി. ഷാഡോ എങ്ങനെ മറഞ്ഞു പോവാ? അത് ശ്രുതി, കിച്ചൺ ടാപ്പിലെ ത്രെഡ് പോയതാ. അത് റിപ്പയർ ചെയ്യാനുള്ളതാ. അത് മാറ്റണം. പ്ലംബറോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആള് വന്നിട്ടില്ല. അപ്പൊ എന്റെ ഷാഡോ പോയത്? ശ്രുതി, അറിയോ? ഓക്കെ. ആ. നിന്നെ വിളിച്ചതിന് ശേഷം അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ. ഒരുപാട് പേടിച്ചെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചോണ്ട് പോട്ടെ? ശരി, കൊണ്ടുപോയിക്കോ. ആ, വാ. അരുൺ, എത്രയും പെട്ടെന്ന് നിങ്ങള് ഈ വീട്ടിൽ നിന്ന് ഒഴിയണം. അരുൺ, ക്യാൻഡിൽസ് കത്തിച്ചായിരുന്നു. അപ്പൊ മേലുള്ള റൂമില് പെട്ടെന്ന് എന്റെ ഷാഡോ മറഞ്ഞു പോയി. ഷാഡോ എങ്ങനെ ഇല്ലാതാവാ?
അരുൺ ബേബി. ശ്രുതി ശ്രുതി വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയെന്നോ? കിഷോറിന്റെ വൈഫിന് തീരെ സുഖമില്ലെന്ന്, അതുകൊണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയതാ. ആണോ? അതിരിക്കട്ടെ, നീ ഇതെങ്ങോട്ടാ പോന്ന്? അവള് റൂം ലോക്ക് ചെയ്തിട്ടാ പോയേ. കീ വന്ന് വാങ്ങിട്ട് പോയി കിഷോർ പറഞ്ഞായിരുന്നു, അത് വാങ്ങിട്ട് നീ വരാം. എടുത്തോണ്ട് പോയെന്നോ? ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടുത്തെ കുട്ടികളായിരിക്കുമെന്നേ. സന്ധ്യ, സന്ധ്യ വാതിൽ ഓർക്ക്. സന്ധ്യ, എന്താ അരുൺ? നിനക്കപ്പോ എന്തെങ്കിലും കോളിമെല്ലിന്റെ സൗണ്ട് കേട്ടോ? ആ, ഞാൻ കേട്ടു. ഞാൻ നേരത്തെ തഴിച്ച് കബോർഡിനുള്ളിൽ വെച്ചതല്ലേ? ഓ, അതാണോ? എല്ലാവരും വന്ന് ഈ വാതെല്ലാം മുട്ടുന്നു. ഈ ഒച്ചയേക്കാൾ നല്ലത് ആ ചിരിയാ നല്ലതെന്ന് വെച്ച് ശ്രുതി പിന്നെ എടുത്ത് ഫിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ഇത്ര നേരം പ്രസ് ചെയ്തോണ്ടിരുന്നല്ലോ, സൗണ്ട് ഒന്നും വന്നില്ല. നീ പോയപ്പോ പവർ കട്ടായിരുന്നു, അതുകൊണ്ട് ശബ്ദം വന്നില്ല. അരുൺ, ആർ യു റിയലി ഓക്കേ? ഐ ആം ഓക്കേ. നിക്കതാ വരുന്നു. ദീപക്, ദീപക്, നോക്ക് മച്ചാ, നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുക. ഇതെല്ലാം കോമൺ ആടാ. ഇതിലെന്താടാ കോമൺ? ഞാൻ 10 തവണ കത്തിക്കാൻ നോക്കിയിട്ട് കത്താത്ത ക്യാൻഡിൽ എങ്ങനെയാടാ തനിയെ കത്തിയത്? ശരി, നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഒരുപാട് പ്രാവശ്യം നീ കണ്ടിട്ടുണ്ടാവും മജീഷ്യന്മാര് ഫയർ എങ്ങനെ ചെയ്യുന്നതെന്ന്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? എവിടെ തീ കത്തിക്കണമെന്ന് വിചാരിക്കുന്നോ അവിടെ അമോണിയ സ്പ്രേ ചെയ്ത് വെക്കാറാണ് പതിവ്. അത് കഴിഞ്ഞ് കൈ കൊണ്ട് ജിങ്ക് സ്പ്രേ ചെയ്ത് വെക്കും. അമോണിയയും ജിങ്കും റിയാക്ട് ആവുന്നത് കൊണ്ട് തീ വരും. അങ്ങനെയാടാ നിന്റെ വീട്ടിലും സംഭവിക്കുന്നത്. അതെടാ, ഡെയിലി എന്റെ വീട്ടിൽ മാജിക് ഷോകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞല്ലടാ. ആ ഏരിയയിൽ മൊത്തം കെമിക്കൽ ഫാക്ടറികളാ. കാറ്റുമൂലം വരുന്ന കെമിക്കൽ കൊണ്ട് അങ്ങനെ സംഭവിക്കാം. എങ്ങനെയാടാ? അതും വീട്ടിലെങ്ങനെ? എന്താടാ നടക്കാത്തത്? നമ്മുടെ ചെറുപ്പത്തിൽ പറഞ്ഞെന്നുള്ള പിശാചികളെ കഥയില്ലേ, അത് ഇതുപോലെ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടാ. ശരി, നീ കാര്യം പറ. നിന്റെ വീട്ടിൽ തീ ഉണ്ടായപ്പോ വിൻഡോസ് ഓപ്പൺ ആയിരുന്നോ ക്ലോസ് ആയിരുന്നോ? തുറന്നു തന്നെയാണ് ഇരുന്നത്. കാറ്റ് വരുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെ തീ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ എന്റെ വീട്ടില് പ്രേതം ഇല്ലെന്നാണ് പറയുന്നത്. ഡാരുണേ, നീ ഈ 3 എക്യുപ്മെന്റ് ഉപയോഗിച്ച് നിന്റെ വീട്ടിലെ ആ ഡാർക്ക് എനർജി, അതായത് വല്ല പ്രേതോ പിശാചോ വീട്ടിലുണ്ടോ എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് പോളറൈസ്ഡ് ക്യാമറ. ഇത് ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ഡെവലപ്പ് ചെയ്ത മനുഷ്യന്മാർക്ക് കാണാൻ പറ്റാത്തത് പോലും ഈ ക്യാമറയിലൂടെ ക്യാപ്ചർ ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഇത് വോയിസ് റെക്കോർഡർ. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത മൈന്യൂട്ട് സൗണ്ട് പോലും ഇത് റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്താൽ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഉള്ളത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് ആണ്. ഡാർക്ക് എനർജി എവിടേക്ക് ഉണ്ടാവും അവിടെയൊക്കെ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവും. ആ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് ഡാർക്ക് എനർജി ഉണ്ടോ ഇല്ലേ എന്ന് കാണിച്ചു തരും. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ ഡാർക്ക് എനർജി ഉണ്ടെങ്കിൽ ഇതിൽ ബ്ലൂ ലൈറ്റ് കത്തും. അതേ എനർജി നിന്റെ അടുത്തുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് കത്തും. ഇത് കൊണ്ടുപോയി ചെക്ക് ചെയ്യും. നീയും കൂടെ അവിടെ? ഞാനെന്തിനാണ്? നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ ടീം മൊത്തം അവിടെ വന്നിരിക്കും. ശരി അരുൺ, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് തന്നത്. നിന്റെ വീട്ടിൽ ഒരു ശക്തിയും ഇല്ലാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്.
താങ്ക് യു.
Thank God. ഹലോ ദീപക്, ഹായടാ. താങ്ക്സ് ഡാ. അപ്പോ വീട് മുഴുവൻ ചെക്ക് ചെയ്തെന്ന് തോന്നുന്നു. വീട് മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കിയടാ. റെഡ് ലൈറ്റ് അല്ല, ഒരു ചെറിയ ബ്ലൂ ലൈറ്റ് പോലും കത്തിയില്ല. ഒരു പക്ഷെ പ്രേതം ഉണ്ടെങ്കിലും അത് ഇവിടുത്തെ പൊല്യൂഷനും ട്രാഫിക്കും കാരണം അത് ഇവിടുന്ന് എവിടേക്കെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാവും. ആക്ച്വലി ഒരുപാട് നന്ദിയുണ്ടാ. ഇപ്പോഴാ കുറച്ച് ആശ്വാസമായത്. സന്ധ്യയ്ക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടമാ. അവളോട് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നോ വറീസ്. ഓക്കെടാ. എൻജോയ് യുവർ സ്ലീപ്പ്. ഓക്കെ, താങ്ക് യു, ബൈ. ഡാ അരുൺ, പറയടാ. ഒരു പ്രാവശ്യം നീ ആ ഡിവൈസ് ഓൺ ആണോ ഓഫ് ആണോ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഓഫിലടെ ഇരിക്കുന്നേ. എന്നാ അതൊന്ന് ഓൺ ആക്കിയടാ. അരുൺ, എന്താടാ? എന്താ പറ്റിയ? അരുൺ, റെഡ് ലൈറ്റ് ആണ്. അപ്പൊ നിന്റെ വീട്ടിൽ പ്രേതണ്ടാ? എത്രയും പെട്ടെന്ന് സന്ധ്യയെ കുട്ടി ഇവിടെ ഇറങ്ങിക്കോ. ഓട്ടോ നിർത്ത്. സന്ധ്യ, കയറ്. ആദ്യം കാര്യം എന്തെന്ന് പറയും. സന്ധ്യ, നമ്മുടെ വീട്ടിൽ പ്രേതമുണ്ട്. വീട്ടില് പ്രേതം ഉണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയെ വിട്ടിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത്? സന്ധ്യ, പിക്ക്
പറ്റിയേ? അറിയോ അരുൺ, are you okay? ഇന്നലെ ദാബയിലേക്ക് പോയില്ലേ? ഇന്നലെ ദാബയിലേക്ക് പോയത് ഓർമ്മയുണ്ടോ നിനക്ക്? എന്ത് പറ്റി, അരുൺ? ഒരു മിനിറ്റ്. സൈലന്റ്. ഇന്നലെ ദാബയിലേക്ക് നീ എൻ്റെ കൂടെ വന്നേ. എപ്പോഴെങ്ങോട്ട് വന്നേ? ധാബയിലേക്ക് നമ്മൾ പോയെന്നോ? രാത്രി മുഴുവനും നമ്മൾ ഇവിടെ ആയിരുന്നില്ലേ? എന്ത് പറ്റി അരുൺ? ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? അത് ദാബയിലേക്ക് പോയിട്ട് നമ്മള് രണ്ടുപേരും അത് എന്ത് ദാബ? നീ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം. അരുൺ, നമുക്ക് ആദ്യം ഫസ്റ്റ് എയ്ഡ് വെക്കാം. ഇന്നലെ നൈറ്റ് നിനക്ക് ഞാൻ ഫോൺ ചെയ്തോ? നീ ഇപ്പൊ എവിടെടാ? വീട്ടില്. സന്ധ്യയെ കൂട്ടി പോവാൻ പറഞ്ഞല്ലടാ. അപ്പോ ഇന്നലെ രാത്രി ഫോൺ വിളിച്ച് റെഡ് ലൈറ്റ് കത്തുന്നുണ്ടെന്നും പറഞ്ഞു. അവിടുന്ന് പെട്ടെന്ന് പോവാനും പറഞ്ഞു. പിന്നെ ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എടുത്തില്ലല്ലോ. എന്ത് ദാബ? നീ സ്വപ്നം കണ്ടതായിരിക്കും. അരുൺ, അരുൺ, അത് ശരി. നീ ഇപ്പൊ ഇത് പറ, ഈ ഡിവൈസ് ഇപ്പൊ ഓൺ ചെയ്തപ്പോ ലൈറ്റ് ഒന്നും കത്തുന്നില്ലല്ലോ. ജനറലായിട്ട് ഡേ ടൈമിൽ അതിന്റെ പവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഡിക്റ്റേറ്റ് ആവാത്തത്. എനിവേസ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ. ഓക്കെ. സന്ധ്യ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയ്. നമ്മുടെ വീട്ടിൽ പ്രേതമുണ്ട് സന്ധ്യ. പ്രേതോ? വീട്ടില് പ്രേതം ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഭാര്യയും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്? ഇതൊക്കെ എന്താ അരുൺ? അയ്യോ, നമ്മുടെ വീട്ടിൽ സത്യമായിട്ട് പ്രേതം ഉണ്ട് സന്ധ്യ. എടാ, ഞാനാടാ ഇത്, സൂര്യ സൺ ഓഫ് കൃഷ്ണ. ഇപ്പൊ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നേ? എന്താണ് നീ അങ്ങനെ പറഞ്ഞേ? വീക്കെൻഡിലെ ഹോളിഡേയ്സ് അതെവിടെ പോകണമെന്ന് ആലോചിച്ച് വിഷമിച്ചപ്പോ എനിക്ക് തോന്നി ഇങ്ങോട്ട് വരാന്ന്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖായിരിക്കുന്നു. അതിരിക്കട്ടെ, കല്യാണം കഴിഞ്ഞ ശേഷം സ്കാർഫ് എന്തിനാ? ഓ, അതോ, പണ്ട് ഇതൊക്കെ പെണ്ണുങ്ങളായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ആണുങ്ങൾ ഉപയോഗിക്കേണ്ട അവസ്ഥയായി. ബൈ ദ ബൈ, ഭാര്യ തന്നു വിട്ടതാ. ബർത്ത്ഡേ ഡ്രസ് ആണെന്ന് തോന്നുന്നു. നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഇതുണ്ടല്ലോ, ഭാവിയിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി അരുണിന് വേണ്ടി വാങ്ങിച്ചതാ. നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ടാവും. എന്താടാ സീരിയസ് ആയിട്ടിരിക്കുന്നേ? തലയിൽ എന്ത് പറ്റിയടാ? എന്തിനാടാ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? വീട്ടില് പ്രേതം ഉള്ളതിന്. പ്രേതോ? നിനക്ക് ഇതുവരെ പേടി മാറിയില്ലടാ. സന്ധ്യ, പണ്ട് കോളേജിലുണ്ടായ ഒരു സംഭവം പറയാട്ടോ. എല്ലാരും കൂടി ഒരു മലയാള സിനിമ കാണാൻ വേണ്ടി പോയി. ഒരു ഹൊറർ മൂവി. പടത്തിലെ സീനുകളൊക്കെ കണ്ട് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ ആളെ കാണാതെ തിരിഞ്ഞു നോക്കിയപ്പോ സീറ്റിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. പേടിച്ച് ഭയന്ന്. ഞാൻ പറയുന്നത് കേക്ക്. ഈ വീട്ടിൽ പ്രേതം ഉണ്ടടാ. പ്രേതം ഉണ്ടെന്ന് നിനക്ക് എങ്ങനെയാ അറിയാൻ പറ്റിയത്? എടാ, ഇത് ഹീറ്റ് ഡിറ്റക്ഷൻ സെൻസറാ. അറിയാടാ, ഇത് വെള്ളത്തിനകത്ത് മുഖ്യ ചൂടാവും. ഇതുപോലുള്ള 1000 മെഷീൻ ഉണ്ടടാ. അല്ല, ഹീറ്റ് സെൻസർ ഇത്. നീ പറ. ദൂരത്തിൽ പ്രേതം ഉണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് കത്തും, അടുത്തുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് കത്തും. അപ്പൊ നടക്കുന്ന ഒട്ടിപ്പോടാ. എന്ത് ഡിവൈസോ? അല്ല, നിന്റെ അല്ലടാ, നിനക്കിത് ആരാടാ തന്നത്? ആ ദീപക്കായിരിക്കും. ഞാനത് എക്സ്പെക്ട് ചെയ്തടാ. ദീപക്കിനൊക്കെ നീ എന്തിനാടാ വിശ്വസിക്കുന്നത്? അവന് തെർമോമീറ്ററും ട്രാൻസ്ഫോമറും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. പ്രേതം ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ ബ്ലിങ്ക് ആകൂടാ, അല്ലെങ്കിൽ അതിന്റെ വേവ്സ് വരൂടാ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം തുള്ളിക്കൊണ്ടിരിക്കൂടാ. അങ്ങനെ ലക്ഷണങ്ങളുണ്ട്. എടാ, നീ വിശ്വസിച്ചില്ലെങ്കിൽ ഇവിടെ പ്രേതം ഉണ്ടടാ. സന്ധ്യ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വീട് വെക്കറ്റ് ചെയ്ത് പോവാം. പെട്ടെന്ന് വേറെ വീട് എങ്ങനെ കിട്ടാൻ അരുൺ? നിങ്ങൾ എവിടെ പോയാലും ഞാൻ ഇവിടെ തന്നെ കാണും. എനിക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീക്കെൻഡ് ഞാൻ ഇവിടെ തന്നെ വരും. എടാ, പറഞ്ഞ മനസ്സിലാക്കണം പ്ലീസ്. അരുൺ, എന്റെ മരുന്ന് തീർന്നു പോയി. ഒന്ന് വാങ്ങിട്ട് വരാമോ? എടാ, കെട്ടിയ പെണ്ണ് മെഡിസിൻ ചോദിച്ചിട്ട് ഇത്ര നേരത്തെ നീ വാങ്ങിക്കൊടുത്തില്ലേ? ഒന്നെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് മെഡിസിൻ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മെഡിസിൻ മേടിച്ചോണ്ട് വരണം. എന്തായാലും മേടിച്ചോണ്ട് വരണം. വാങ്ങിട്ട് വാ. എടാ, റെഡ് ലൈറ്റ്. പ്ലാസ്റ്റിക് ബോക്സിനകത്ത് എങ്ങനെയാടാ റെഡ് ലൈറ്റ് കത്തുന്നത്? മര്യാദക്ക് നോക്ക്. ശരി, നോക്കിയോളാം. ബൈ സന്ധ്യ. ബൈ. പ്രേതം ഉണ്ട് അത്ര. പ്രേതം. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് മെഷീൻ വെച്ചിട്ട് ഇത് പ്രേതത്തെ കണ്ടുപിടിക്കുന്ന മെഷീനാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണം. ഇതിനകത്ത് എവിടെയാടാ പ്രേതം ഇരിക്കുന്നത്? ഇവിടെയാണോ അതോ ഇവിടെയാണോ അതോ പാലിന്റെ ഉള്ളിലാണോ? അല്ലെങ്കിൽ പിന്നെ ഇവിടെയാണോ? നീയാണോ? എടാ, സൂര്യ സൺ ഓഫ് കൃഷ്ണ, നിന്നെ കണ്ടാ നിനക്ക് തന്നെ പേടിയാവും. പിന്നെയാണോ പ്രേതത്തിന്? ഒരു പക്ഷേ അരുൺ പറയുന്നവരെ ഇവിടെ പ്രേതം ഉണ്ടെങ്കിൽ അതിന്റെ മൊത്തം ഡ്രസ് ഊരി ഞാൻ കൂടെ ഇരുത്തും. ഏറ്റവും വലിയ പ്രേതമാ ഞാൻ. ഇത് ടിവിയുടെ റിമോട്ട് പോലും ആയിരിക്കുന്നേ. സന്ധ്യ, ടിവിയുടെ റിമോട്ട്. What you see him today in 2015, not in terms of 2002, and many of the issues that you are raising like പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സ് എന്ന് കേട്ടാൽ തന്നെ യുദ്ധമാവണം. യുദ്ധം. ഇവരെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ബോംബെ സിനിമ കൊണ്ടുപോയി കാണിക്കണം. ഈ സമയത്ത് ഒരു സൂംബ ഡാൻസ് കിട്ടിയെന്ന് പൊളിച്ചേനെ. ഞാൻ വിചാരിച്ചപ്പോ തന്നെ ഇത് മാറിയല്ലോ. ക്രേസി ടെക്നോളജി അല്ലേ? സന്ധ്യ, കുറച്ച് വാട്ടർ. ദൂരത്തിൽ പ്രേതം ഉണ്ടെങ്കിൽ
സന്ധ്യയാണോ പ്രേതം? എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. നിനക്ക് നോൺ വെജ് ഉണ്ടാക്കാൻ അറിയാമോ? അറിയാം. എല്ലാം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് അറിയാം. എനിക്കറിയാന്നേ. സൂപ്പർ ചിക്കൻ, പെപ്പർ ചിക്കൻ എല്ലാം എനിക്കറിയാന്നേ. ഇനി എല്ലാം ഞാൻ പോയി മേടിച്ചിട്ട് വരാവേ. പോയിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വരുമോ? എന്തായാലും വന്നിരിക്കും സത്യ മാഡം. നിങ്ങളെ നോൺ വെജ് വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ തന്നെ നോൺ വെജ് ഉണ്ട്. അരുണിനെ പോലെ ഒരു മഹാഭാവി എല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാ. എവിടെയാ ഇരിക്കുന്നേ? ഓ, എല്ലാം എനിക്ക് മനസ്സിലായി സന്ധ്യ. ഞാൻ കണ്ടുപിടിച്ചു. നീ പറഞ്ഞത് ഇതല്ലേ? ഇതിനകത്ത് മലമ്പാമ്പിന്റെ ഫ്രൈ ഉണ്ട്. ഇതിനകത്ത് കുറച്ചെടുത്ത് സാമ്പാറിന്റെ കൂടെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ റൈറ്റ് അല്ലേ? അത് നിനക്ക്, അത് കഴിക്കുന്ന മീൻ എനിക്ക്. അയ്യോ സന്ധ്യ മാഡം, ഇത് വളർത്തുന്ന മീനാണ്. ഇത് കഴിക്കാൻ പാടില്ല. നിന്റെ ദേഹത്തിന്റെ പാപം വന്ന് ചേരും. അല്ല സന്ധ്യ മാഡം, ഇവിടെ വേറെ നോൺ വെജ് ഒന്നും ഇരിപ്പില്ലേ? ഉണക്ക മീന്, മുട്ട, അങ്ങനെ എന്തെങ്കിലും? നിന്റെ മുഖം കാണുമ്പോഴേ അറിയാം വേറെ എന്താ ഇവിടെ ഉണ്ടെന്ന്. നീ പറഞ്ഞ വളരെ കറക്റ്റാ. നീ പറഞ്ഞു ചെയ്യാം. ഇപ്പൊ പിടിക്കാം. തെന്നി പോകുന്നു. ശ്രമിച്ചു നോക്കാം. കിട്ടി. ഇപ്പൊ തന്നെ കറി വെക്കാവേ. സന്ധ്യ കറി വെക്കണോ അതോ വറക്കണോ? അതൊന്നും വേണ്ട, പച്ചക്ക് എന്നേക്ക്. പച്ചക്കോ? പച്ചക്ക് തിന്നുമോ? സത്യത്തിൽ പ്രേതമായത്. ഹോളിഡേസ് ആഘോഷിക്കാൻ വന്ന് തന്നെ ഹൊറർ പടം കാണിച്ചുകൊണ്ടിരിക്കണോ? ഈ ജനൽ ചാടി അങ്ങ് പോയാലോ? നീ എത്ര ശ്രമിച്ചാലും നിന്നെ കൊണ്ട് തുറക്കാൻ പറ്റില്ല. സന്ധ്യ മാഡം, ഞാൻ ട്രൈ ചെയ്യൊന്നുമില്ല. അതെ, പുറത്തുനിന്ന് ആരെങ്കിലും അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ സേഫ്റ്റി ഉറപ്പിച്ചതാ. എന്റെ മീൻ എവിടെ? കണ്ണു തുറന്നു നോക്ക്. ട്രൈയിലിരിക്കുന്ന കാണാൻ പാടില്ല. നീയാണോ എന്റെ മീൻ എടുത്ത് കഴിച്ചേ? ഇല്ല, ഞാൻ കഴിച്ചില്ല. പ്രോമിസ്. എടുത്ത് കഴിച്ചതും പോരാഞ്ഞ് നീ എന്നോട് നുണയും പറയുന്നു. അല്ല, ഞാൻ അങ്ങനെയല്ല. ഈശ്വര, സന്ധ്യ, എന്നെ അരുണേ. എന്താടാ? എടാ, നീ പറഞ്ഞ വളരെ സത്യടാ. ഈ വീട്ടിൽ പ്രേതമുണ്ട്. നമുക്ക് പോടാ. വാ. നിക്ക്, സന്ധ്യ വിളിച്ചു. എന്തിനാടാ നമ്മൾ പോകുന്നതിന്റെ കൂടെ പ്രേതത്തെ കൂട്ടിക്കൊണ്ട് പോണോ? എന്താടാ നീ പറയുന്നേ? എടാ, സന്ധ്യ തന്നെയാടാ പ്രേതം. എന്ത് കഷ്ടം. കള്ളം പറഞ്ഞ സന്ധ്യ അടിക്കും, സത്യം പറഞ്ഞ ഇവനടിക്കും. ഇങ്ങനെ പോലെ ആവാതെ കാര്യം പറ. എടാ, നീ ഇവിടുന്ന് പോയടനെ സന്ധ്യ ടാങ്കിലുള്ള ഫിഷിനെ എടുത്ത് കട്ട് ചെയ്ത് പച്ചക്കെടുത്ത് കഴിച്ചടാ. നീ വേണമെങ്കിൽ നോക്ക്, 4 ഉള്ളൂ ഇപ്പൊ. 5 ഉണ്ടോ? 5 ഉണ്ടോ? ഇനി ഒരു കാര്യം കൂടെ കാണിച്ചിരാം. വാ, വാടാ. ഇവിടെ നോക്കടാ. എന്താ? നോക്ക്. ഇവിടെ റെഡ് ലൈറ്റ് ഉണ്ടായിരുന്നു. അവിടെ നോക്ക്. ബ്ലിങ്ക് ആകുന്നില്ലേ? ബ്ലിങ്ക് ആകാതിരിക്കുന്നു. എന്താ കാര്യം? സന്ധ്യ പ്രേതമാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ഒരു മിനിറ്റ്. ടി വി നോക്ക്. ഓണാവും. കണ്ട, ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായല്ലോ. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയേ. സൂം ടി വി സൂംബ ഡാൻസ് കാണിക്ക്. അതെ, ഞാനും അവിടെ ഇരുന്ന് അത് തന്നെയാണ് ആലോചിച്ചത്. സൂംബ ഡാൻസ് കാണാൻ ആഗ്രഹിച്ചു. അപ്പൊ തന്നെ സൂംബ ഡാൻസ് വന്നു. ഇതിനെല്ലാം കാരണം സന്ധ്യയാടാ. നീ പറഞ്ഞ ശരിയാടാ. അത് സന്ധ്യ തന്നെ. ഇതിനെല്ലാം കാരണം അവള് തന്നെയാ. നിനക്കിത് എങ്ങനെ മനസ്സിലായി? സൂര്യ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പോയി പാന്റ് മാറ്റണം. ഏയ്, അവൻ എത്ര പേടിച്ചെന്നറിയോ? എന്ത് നീ കാണിക്കുന്നത്? ഒന്ന് ഒതുങ്ങിരുന്നൂടെ? സൂര്യൻ എപ്പോഴും പേടിപ്പിക്കാറില്ലേ? അതുപോലെ ഞാൻ തിരിച്ചും പേടിപ്പിച്ചതാ. അരുണ, നീ ഇതെല്ലാം വിശ്വസിച്ചോടാ. സന്ധ്യ എന്നെ പേടിപ്പിക്കുന്നവരെ കാണിച്ചു, ഞാനും പേടിക്കുന്ന പോലെ അഭിനയിച്ചു. ഏപ്രിൽ ഫൂൾ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? തീരെ കൊള്ളില്ലായിരുന്നു. പുറത്ത് ബ്രോക്കർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാം. മെഡിസിൻസ് അവിടെ ഉണ്ട്, എടുത്തേക്കണേ. ഞാനും പോയിട്ട് വരാം. വീട് എങ്ങനെയുണ്ട് നോക്കിട്ട് പറയാവേ. ബൈ. എടാ തുറക്കണം. പുറത്തേക്ക് പോവാണോ? സന്ധ്യ, നീ ഇത്ര നേരം കാണിച്ചത് അഭിനയമായിരുന്നല്ലേ? അതെ, നിന്റെ ഫ്രണ്ട് വന്നതിന് ശേഷമായിരുന്നു ശരിക്കും ആക്ടിങ്. നിനക്ക് വിശക്കുന്നുണ്ടോ? മീനെ കഴിച്ചാലോ? എനിക്ക് മനസ്സിലായി. ഞാൻ പോയി റെഡിയാക്കിട്ട് വരാം. അരുണിനെ വിശ്വസിപ്പിക്കാൻ പറ്റിയ സമയം. അവനെ ഫോൺ വിളിച്ച് പറയാം. മച്ചാൻ, ഞാൻ പറയുന്ന മാത്രം നീ കേൾക്ക്. നീ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. സന്ധ്യ തന്നെയാണ് പ്രേതം. വേണമെങ്കിൽ നീ അകത്ത് വന്ന് നോക്ക്. ടാങ്കിനകത്ത് 3 മീനുള്ളടാ. ഇവിടെ ഉള്ളിൽ പ്രേതം ഉണ്ടെന്ന് തെളിയിക്കാനുള്ള എല്ലാ ഐഡിയ എന്റെ ഉണ്ടടാ. സന്ധ്യക്ക് പ്രേതം ഉണ്ടെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവണം. നീ ഇങ്ങോട്ട് പാടാ. അത്രേ ഉള്ളൂ. ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഫോണും ആ ഫോണും ഏതാ? ഇവിടെ തന്നെ വെച്ചിട്ട് പോയി. അവൻ ഇട്ടിട്ട് പോയത് ഫോണല്ല, എന്റെ ജീവനാ. എന്റെ മീൻ എന്തേ? ആദ്യം കഴിച്ചില്ലെന്ന് പറഞ്ഞ ഞാൻ അടിച്ചത്. ഇപ്പൊ കഴിച്ചെന്ന് പറഞ്ഞാലോ? എന്നെ വെറുതെ വിടുമായിരിക്കും അല്ലേ? സന്ധ്യ മാഡം, ഞാൻ ആ ഫിഷിനെ എടുത്ത് കഴിച്ചു. ഈശ്വര, ഹായ് സന്ധ്യ. ഹായ്. സൂര്യ, വാട്ട് എ സർപ്രൈസ്.
നീ എന്താടാ ഇവിടെ? അതവിടെ നിൽക്കട്ടെ, നീ എന്താ ഇവിടെ? അരുൺ പറഞ്ഞു ഇവിടെ ഒരു പ്രേതമുണ്ടെന്ന്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നാ. അതെന്തായാലും നന്നായി, ഞാനിവിടെ പേടിച്ചിരിക്കായിരുന്നു. എനിക്കൊരു കമ്പനിയായി. ഓ അത് ശരി. അവനെവിടെ? അവൻ പുറത്തു പോയിക്കോടാ. എടാ, പ്രേതം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് സൗണ്ട് റെക്കോർഡർ. പ്രേതത്തിന്റെ ശബ്ദമല്ല, ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സൗണ്ട്സ്? ഇത് പോളറൈസ്ഡ് ക്യാമറ. അതെന്തിനു? ഇതുകൊണ്ട് പ്രേതത്തെ കാണാൻ പറ്റും. ഇതറിയാടാ. പ്രേതം കണ്ട റെഡ് ലൈറ്റ് അല്ലെങ്കിൽ വേറെ ലൈറ്റ്. നിനക്കെങ്ങനെ അറിയും? എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് എനിക്ക് എങ്ങനെ കിട്ടും? ഒരു പ്രാവശ്യം സന്ധ്യ ഒന്ന് കണ്ടു നോക്ക്, ഫുൾ എക്സ്പീരിയൻസ് കിട്ടും. സന്ധ്യയെ കണ്ട എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടുക? ഓ എടാ ഭ്രാന്ത, സന്ധ്യടാ പ്രേതം. വാട്ട്? അതേടാ, സംശയം ഉണ്ടെന്ന് ഈ ക്യാമറയ്ക്കകത്തോടെ നോക്ക്, അപ്പം മനസ്സിലാവും. എങ്ങനെയുണ്ടാ? മനസ്സിലായ? എന്നെ എന്തിനാ നോക്കുന്നത്? നോർമലായിരിക്കണം. സന്ധ്യയെ കണ്ട് പ്രേതമുണ്ടെന്ന് പറഞ്ഞ അത് നീയാണെന്ന് ഞാൻ നോക്കിയതാ. അത് ശരി. എനിക്കൊന്ന് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്നാ, ഞാൻ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അതിലെന്നെ മനസ്സിലായോ? ഈ ഭ്രാന്തി ആരോടെ സംസാരിക്കുന്ന പോലും മനസ്സിലാകുന്നില്ല. സംസാരിക്കുന്ന പാവയോട്, പക്ഷെ റിസീവ് ആവുന്ന എനിക്കാ. എല്ലാം എന്റെ തലവിധി. എടാ അവിടെ അല്ലടാ, ഇവിടെ പോയി നോക്ക്, അപ്പൊ റെഡ് ലൈറ്റ് കത്തും. അറിയാടാ. നീയൊക്കെ എവിടുന്നാടാ സയന്റിസ്റ്റ് ആയത്? ബ്ലൂ ലൈറ്റോ? ആ ലൈറ്റ് എന്താന്ന് നോക്കിയേ. റെഡ് ലൈറ്റോ? രണ്ടും കൂടെ കത്തുമ്പോ ഡിസ്കോ ലൈറ്റ് ആവും. ഞാൻ പറയുന്നൊന്ന് കേക്കണം. എന്താടാ? അങ്ങോട്ട് നോക്കൂ. എരിയുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കട, എരിയുന്നുണ്ടെന്ന്. പൊട്ടിപ്പോയി. ബൾബ് പൊട്ടിപ്പോയി. എനിക്ക് പേടിയാവുന്നുണ്ടാ. ഭയം ആകുന്നുണ്ടോ? ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണോ നീ ഈ 3 മെഷീൻ എടുത്തിട്ട് വന്നേ? നിന്റെ തൊപ്പിയും കണ്ണാടിയും പൊട്ടാം. നിന്റെ തൊപ്പി എടുത്ത് കളയണം. വിവരമില്ലാത്ത മരത്തലേ. സൺ ടിവി. എന്താ മൊത്തം ഇരുട്ടായോ? ഇവനെന്തി? ഇവനെവിടെ പോയെന്ന് ആർക്കറിയാം? സന്ധ്യ മേഡം, ഞാൻ ഓടിപ്പോകുവല്ല. ആ കണ്ണാടിക്കാരൻ ഓടിപ്പോയി. അത് ഞാൻ കണ്ടതാ. സന്ധ്യ ശരിക്കും ഗുഡ് ഗേളാ. ഞാനാടാ ദീപക്. പുറകെ നിന്ന് പേടിപ്പിക്കുന്നു. മുന്നിൽ പോയി ഡോർ ഇറക്കാൻ പാടില്ലേ? ഓൾറെഡി ട്രൈ ചെയ്ത് ഞാൻ മടുത്തടാ. അത് പെർമിഷൻ ഇല്ലാണ്ട് ഓപ്പൺ ചെയ്യാൻ ഒരു വഴിയില്ല. പേടിച്ച് ചാവണ്ട. ഫോൺ റിംഗ് ആടാ. ഹലോ ഹലോ, എന്തൊക്കെയുണ്ട്? നീയാണോ? പറ. നിങ്ങൾ കഴിച്ചോ? അതേടി, ഞാൻ ഇപ്പൊ അടിക്കുന്ന ടെൻഷന് ഭക്ഷണം തന്നെയാണ് ആവശ്യം. എന്തുപറ്റി നീ എന്തു വഴി പറയുന്നത്? പുറത്ത് പോയത്തിന് അകത്തോട്ട് വരുന്നില്ല. അകത്തുള്ള ആൾക്ക് പുറത്തും പോകാൻ പറ്റുന്നില്ല. അയ്യോ, സന്ധ്യ എങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ? നിങ്ങൾ പുറത്തേക്ക് പോവാണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് പോകും. ഓഹോ, ഞാൻ അവളുടെ അടുത്ത് നിന്ന് ഓടിപ്പോകാൻ നോക്കുമ്പോ നീ അവളെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറയുന്നു. അങ്ങനെയാണോ? അത് ശരി. നീയും അവളൊപ്പം ഒറ്റക്കെട്ടല്ലേ? അവൾ എന്റെ ഫ്രണ്ടിനെ പിടിച്ചു, നീ അപ്പൊ എന്നെ പിടിക്കുമല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ റെഡ് ലൈറ്റ് ആണോ? റെഡ് ലൈറ്റ് അല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ അടി? നീ മാത്രമല്ലടി, നിന്റെ അമ്മയും അമ്മൂമ്മയും എല്ലാവരും റെഡ് ലൈറ്റ് അടി. ഒരു കാര്യം നീ മനസ്സിലാക്കി, ഞാൻ ഇവിടുന്ന് ജീവനോടെ പുറത്തു വന്നാ ആ ഹീറ്റർ എടുത്തോണ്ട് വന്ന് ഏത് ലൈറ്റാന്ന് ഞാൻ കണ്ടുപിടിക്കൂടി. എന്ത് പറ്റിയടാ? എന്റെ ഭാര്യയാടാ. ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയപ്പോ എനിക്കൊരു ഐഡിയയും കൂടി കിട്ടിയടാ. എന്താടാ അത്? സയന്റിസ്റ്റ് അല്ലേ, തന്നെ കണ്ടുപിടി. തമാശ കളിക്കലടാ. ശരിക്കും കാര്യം എന്താന്ന് പറ. പറയാടാ. നീ ഇതിന്റെ റിംഗ് ടോൺ കേട്ടില്ലേ? പാതാള ഭൈരവി. എന്റെ ഫേവറേറ്റ് മൂവിയാടാ അത്. 25 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പാതാള ഭൈരവി എന്റെ ഫോണിനകത്ത് തന്നെ ഉണ്ടടാ. മൊബൈലില് പാതാള ഭൈരവിയോ? എത്ര GB ഉണ്ട്? ഒരു ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന നീ എങ്ങനെയാടാ സയന്റിസ്റ്റ് ആയത്? വായ അടച്ചു വെച്ച് ഞാൻ പറയുന്നൊന്ന് കേക്കടാ. ഈ സീൻ ഒന്ന് കണ്ടേ. മഴ പെയ്യുന്ന പോലെ തോന്നുന്നു. മൊബൈൽ അടിച്ചു പോയോ? എടാ, ദേഷ്യം കാണിക്കാനുള്ള എനർജി പോലും എന്റെ ഇല്ലടാ. ആ കണ്ണാടി എടുത്തു വെച്ച് നോക്കടാ. നോക്ക്. ഇപ്പൊ കണ്ട? ഇപ്പൊ ഞാനും വരയ്ക്കാൻ പോവാ. കോലത്തിന്റെ നടുക്കൊരു പുള്ളി വരച്ചു വെക്കണം. ആ പുള്ളിയുടെ നടുക്കൊരു ബോട്ടിൽ വെക്കണം. ഞാനൊരു മന്ത്രം ചൊല്ലുമ്പോ അവൾ ആട്ടുംകുട്ടിയെ പോലെ ചാടി വന്ന് നടുക്ക് വന്നിരിക്കൂടാ. അതിനുശേഷം ഞാനൊരു മന്ത്രം ചൊല്ലൂടാ. ആ സമയത്ത് അവള് ചാടി ബോട്ടിനകത്ത് ഇരിക്കൂടാ. അപ്പൊ തന്നെ ഞാൻ അടയ്ക്കോടാ. പിന്നെ കടലിൽ കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ. കടലിൽ പോവാൻ അവിടുന്ന് ബസ് ഉണ്ടാവില്ലല്ലോ. അതെടാ, ഇല്ലെങ്കിൽ നമുക്ക് വാട്ടർ ടാങ്കിൽ ഇട്ടാലും മതിയല്ലോ. ഗുഡ് ഐഡിയ. കുടിച്ച് വയറ് നടക്കടാ. കൊച്ചു കള്ളൻ. ഇതിലും കൂടുതൽ എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റണല്ലേ? ഇതാടാ. അതാ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കുടിക്കുന്നേ? പ്രേതകത്ത് ചെല്ലുമ്പോ അതും കുറച്ച് കുടിച്ചോളൂ. കുടിക്കുന്നില്ലെങ്കിൽ അതിൽ കിടന്ന് സിം ചെയ്യട്ടെ. എത്ര കുടിച്ചിട്ടും ഒരു ഫിറ്റും ഇല്ലടാ.
പ്രേതത്തെ കുറിച്ച് ഓർക്കുമ്പോ എങ്ങനെ ഫിറ്റ് ആവാനടാ? ഉം. എടാ, മൂടിയെടുത്തറിയില്ലടാ. ഇതാണ് നമ്മുടെ എക്സിറ്റ് പാസ്. ആ പ്രേത അകത്തോട്ട് ചെന്ന് കഴിയുമ്പോ നമ്മൾ ഇതിങ്ങനെ അടപ്പോണ്ട് മൂടിയിട്ടേ ചാപ്റ്റർ ഓവർ. നോക്കിക്കോ, ഇരിക്കടാ. ഞാൻ വരയ്ക്കുന്ന കണ്ടില്ലേ? അതിന്റെ ഇടയ്ക്കറിയാ വരയ്ക്കല്ലേ? വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ബോട്ടിൽ ഇവിടെ ഇരിക്കട്ടെ. സന്ധ്യയിൽ നമുക്ക് ആ വിളിക്കാം. വിളിക്ക്. ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കളത്തി വാ. വാ. വന്നടാ. വന്നത് നോർമലായിട്ടല്ലടാ. ഞാൻ കൊടുത്ത ബർത്ത്ഡേ ഡ്രസ് ഇട്ടിട്ടാ വന്നേ. ആ. എടാ, ഞാൻ ഇവിടെ കുപ്പിക്കകത്താക്കുമ്പോ നീ മൂടി അടച്ചോണം. മൂടി വെച്ചാൽ മതി, അത് നന്നായി ടൈറ്റ് ചെയ്യും. ഞാനും ഓവറാക്ടിങ്, നീയും ഓവറാക്ടിങ് ആവാതടാ. അമ്മേ കാളി മഹാകാളി ദൂരെ ഇറങ്ങിപ്പോ. അടച്ചു കഴിഞ്ഞാ? ആ, അടച്ചു. എടാ, അവള് കുപ്പിക്കകത്തല്ലട കയറിയത്, ആ റൂമിനകത്തട കയറിയത്. തെറ്റെന്റെ ഭാഗത്താ. കുറച്ചുകൂടെ ക്ലാരിറ്റി പറയണായിരുന്നു. ഒരു പ്രാവശ്യം കൂടെ ട്രൈ നോക്കാം. എടാ, ഇത്തവണെങ്കിലും ശരിയായിട്ട് അടയ്ക്കണേ. ആ, റെഡി. കാളി കാളി മഹാകാളി ശീഘ്രം എന്റെ മുന്നീ വാ. പിന്നെ വന്നടാ. അവളെങ്ങനെ വരാതിരിക്കും? ഞാനല്ലടാ വിളിച്ചത്. ഇപ്രാവശ്യമെങ്കിലും നീ അവളെ കുപ്പി കയറ്റുവോ? അല്ലാതെ പിന്നെ നീയാണോടാ കേറ്റുന്നേ? അമ്മേ ദേവി മഹാദേവി കാളി ക്ലാരിറ്റി. ബോട്ടിനകത്ത് പോ. പോ. ഓ, എങ്ങനെ? കേൾക്കുന്നില്ലേ? പറയൂ. കേക്കുന്നുണ്ടറാ. ആദ്യം നീ ഉള്ളിൽ പോ, പിന്നെ അവള് കുപ്പിയിൽ കയറിക്കോളൂ. പിന്നെ നീ പുറത്തു വന്ന ഉടനെ ഞാൻ അടച്ചോളാം. പിന്നെ ഞാൻ നീ ആദ്യം വായടക്കടാ. നീ കുപ്പിന്ന് പുറത്തു വന്നതിന് ശേഷം ഞാൻ അടയ്ക്കുള്ളൂടാ. ഒന്നും അകത്ത് പോ. അത് പിന്നെ മാഡം, ഹോള് ചെറുതല്ലേ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അകത്തേക്ക് പോവാൻ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു, പക്ഷേ ഈശ്വരാ, എന്തിനാടാ അടിച്ചോണ്ടിരിക്കുമ്പോ ഇവര് ഈശ്വരനെ വിളിച്ചോണ്ടിരിക്കുന്നേ? അടിക്കുമ്പോ നമ്മളല്ലാടെ ഈശ്വരനെ വിളിക്കണ്ടേ? പിന്നെ എന്തിനാടാ ഈശ്വരനെ വിളിച്ചോണ്ടിരിക്കുന്നേ? പറഞ്ഞ മനസ്സിലാവില്ലേ? അകത്ത് പോവാൻ. വേറെ വഴിയില്ലാതായി പോയി. വിരല് പോലും ഇതിനകത്ത് പോകുന്നില്ലല്ലോ. എടാ, മന്ത്രം ചൊല്ലാതെ എങ്ങനെ ഉള്ളിൽ പോകാൻ പറ്റും? അവളോട് മന്ത്രം ചൊല്ലാൻ പറ. എടാ, നിന്റെ തലയ്ക്കകത്ത് തിയറി അല്ലാതെ പ്രാക്ടിക്കലായിട്ട് ഒന്നുമില്ലടാ. നീ എങ്ങനെ സയന്റിസ്റ്റ് ആയി? എന്റെ ചേട്ടന്റെ റെക്കമെൻഡേഷനാ. മനസ്സിലായി. ആ 3 ഡിവൈസ് കൊണ്ടുവന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ റെക്കമെൻഡേഷനിലാണ്. അകത്ത് പോ. ചുമ്മാ കിടന്ന് ഒച്ച ഉണ്ടാക്കണ്ട, ഞങ്ങള് പോവാ. മൂക്ക് നീ മൂക്കുകൊണ്ട് ഫസ്റ്റ് ട്രൈ മൂക്കാ? ചെയ്യ്. ആ, ട്രൈ ചെയ്യാം. ബ്ലഡി റെക്കമെൻഡേഷൻ. അങ്ങനെ തന്നെ, അങ്ങനെ നീ ഉള്ളിൽ പോ. എന്നാ പിന്നെ നീ കേട്ടണം, നീ കേട്ട്. അടപ്പ്. ഇത് ആരുടെ അടക്കുക? എന്തിനാണെങ്കിലും മൂടിയും പിടിച്ചോണ്ടിരിക്കുന്നത്? അവരെയൊക്കെ കഷ്ടം നിനക്കാണല്ലോ എന്നെ ഇതിനകത്ത് കയറ്റാൻ. എല്ലാ പ്രശ്നത്തിനും ഈ കുപ്പി അടകാരി. ഈ കുപ്പി വേണ്ട, ഒരു കുന്തവും വേണ്ട. അയ്യോ പാവം, ആ കുപ്പി പൊട്ടിപ്പോയല്ലോ. ഈ അടപ്പ് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അടപ്പോ? അടപ്പെടുത്ത് നിന്റെ മൂക്കിനകത്ത് കയറ്റണം. എടാ, 12 മണിയായടാ. ഈ സമയത്താടാ പ്രേതങ്ങളൊക്കെ ശക്തി പ്രാപിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കയ്യും കാലും ഒടിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ടെറസിന് മുകളിൽ നിന്ന് എടുത്ത് ചാടാടാ. സന്ധ്യ, സൂര്യ, സന്ധ്യ, 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 സന്ധ്യയോട് നോക്ക്. സന്ധ്യയോട് നോക്ക്. സന്ധ്യ, ഏയ്,
പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നെ കൊണ്ടുപോകാനും പറ്റില്ല. എന്താണെന്നറിയില്ല. പക്ഷെ ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകും. ഞാൻ തനിച്ചെന്തായാലും പോവില്ല. സന്ധ്യയെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് എനിക്ക് അവളെ രക്ഷിക്കാന്നുള്ളൊരു വിശ്വാസം വന്നു. സോമനാഥ് ബാബ തന്റെ ധ്യാനം കഴിഞ്ഞ് ഹിമാലയത്തിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാധ കൂടിയ പ്രശ്നങ്ങളും അമാനുഷികമായ പ്രശ്നങ്ങളും എല്ലാം ഇദ്ദേഹം പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെ രക്ഷിക്കും സന്ധ്യ. ആറ് ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് നടന്നത് മാത്രം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എന്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു കാര്യം വേറൊരു സ്ഥലത്ത് നടന്നെന്ന് പറഞ്ഞാൽ ഞാൻ പോലും വിശ്വസിക്കില്ല. അതെന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ രഹസ്യം അങ്ങനെയായിരുന്നു. ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ അങ്ങനെയായിരുന്നു. ഏത് പേപ്പറാണ് വേണ്ട സാറേ? ഇതിലുള്ള ബാബയുടെ ഫോട്ടോ ഈ പേപ്പറിലൊന്നും ഇല്ലല്ലോ. ഇത് ഇന്നത്തെ പത്രം സാർ. ഇന്നത്തെ പേപ്പർ തന്നെയാ? എനിക്കൊന്നും അറിയില്ല സാർ. പക്ഷെ ബാബ സിറ്റിയിൽ എത്തിയെന്നുള്ള സത്യ. ഇന്നവിടെ എന്തോ ധ്യാനമുണ്ട് സാറേ. Okay, ആശ്രമത്തിൽ thank you. തന്നെയാ സാറേ. AP15AU 6499. ഹലോ സാർ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോ സാറേ. എനിക്ക് അർജന്റായി AP15AU 6499 അഡ്രസ് വേണം. ഓക്കെ സാർ, നോക്കിയിട്ട് പറയാം. കാർ നമ്പർ ഒന്ന് പറഞ്ഞേ. 6499. ആ കാറിന് ഇൻഷുറൻസ് ഇന്നാ ചെയ്തിരിക്കുന്നത് സാർ. അയച്ചിട്ടുണ്ട് സാർ, നോക്കിക്കോളൂ. ഇവൻ പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുക. അപ്പൊ വീട്ടിൽ അവളെ ഒറ്റയ്ക്കായിരിക്കുമല്ലേ. അന്ന് മിസ്സായതാ. ഇന്ന് ഞാൻ വിടില്ല. ശ്രുതി. സോമനാഥ് ബാബാ കി ജയ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. എങ്ങോട്ടാ പോകുന്നത്? നടക്കല്ല. അങ്ങോട്ട് ഇപ്പൊ പോകാൻ പറ്റില്ല. സ്വാമിയെ കാണാൻ പറ്റില്ല. ഒരു പേപ്പറിൽ നിങ്ങളുടെ ആർട്ടിക്കിൾ ഇല്ല. എന്റെ വീട്ടിൽ വന്ന പേപ്പറിൽ മാത്രം എങ്ങനെയാണെന്ന് ഉണ്ടാവുന്നത്? നീ എവിടെ നിന്നാണ് വരുന്നത്? മൈലാപ്പൂർ. വീടിന്റെ നമ്പർ? 13-L. നിന്റെ ഭാര്യയുടെ പേര്? സന്ധ്യ. സന്ധ്യ. സന്ധ്യ എനിക്ക് വളരെ മുൻപേ അറിയാം. സന്ധ്യ നിങ്ങൾക്ക് അറിയുന്നോ? സന്ധ്യക്ക് എന്തു പറ്റി ബാബ? അറിയാതെ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കണം. സന്ധ്യയുടെ കഴിഞ്ഞകാല കഥകൾ നിനക്കറിയില്ല.
15 വർഷങ്ങൾക്ക് മുൻപ് ഇതേ സന്ധ്യയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്റെ മുൻപിൽ ഒരാൾ വന്നു. എന്റെ മോളെ സ്വാമിജി തന്നെ രക്ഷിക്കണം. ഇന്നലെ വൈകുന്നേരം വരെ നല്ല സന്തോഷത്തിലായിരുന്നു അവള്. രാത്രി എക്സിബിഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം അവൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. ഈ 10 മണിക്കൂറിനുള്ളിൽ സിറ്റിയിലുള്ള എല്ലാ ആശുപത്രികളും ഞങ്ങൾ ചെന്നു പോവാ. പക്ഷെ പ്രോബ്ലം എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സ്വാമിജി എന്നെ ഒന്ന് നോക്കിയാട്ടെ, എന്റെ മോളെ എങ്ങനെയാ ഇപ്പൊ കിടക്കുന്നതെന്ന്. എന്തെങ്കിലും ചെയ്ത് എന്റെ മോളെ രക്ഷിക്കും ബാബ. ഇല്ലെങ്കിൽ ഞാൻ ഓം നമഃ ശിവായ, ഓം ശിവായ, ഓം ശിവായ, ഓം നമഃ ശിവായ, ഓം ശിവായ. സന്ധ്യക്ക് എന്താ പറ്റിയത് ബാബ? അവളെന്താ ഒന്നും സംസാരിക്കാത്തത്? ഇത് നോക്കൂ സുരേന്ദ്ര, പലപ്പോഴും നമുക്കറിയാത്ത വിഷയങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്നാണിത്. മനുഷ്യന്റെ പിറവിക്ക് കാരണമായത് എന്താണോ അത് പല പല ശക്തികളായി മാറുമെന്നുറപ്പാണ്. ഒരാളെ പോലെ 7 പേരുണ്ടെന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. ആ 7 പേരിൽ 2 പേർ ഒരേ നക്ഷത്രത്തിൽ ജനിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അഥവാ ജനിച്ചാൽ തന്നെ അരനാഴിക നേരത്തെ വ്യത്യാസം ഉണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്ത് ഒരേ രാശിയിലുള്ള 2 പേർ ഒരുമിച്ച് ജന്മമെടുത്താൽ അങ്ങനെയുള്ള 2 പേർ ഒരുമിച്ച് ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ല. എന്നാൽ നിന്റെ മകളെ പോലെ തന്നെ മറ്റൊരു കുട്ടി നിന്റെ മകള് ജനിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ ജനിച്ചു. സന്ധ്യയെ 7 അടി ദൂരത്തിൽ നിന്ന് കണ്ടു. അങ്ങനെ കണ്ടാ എന്താ സംഭവിക്കുക ബാബ? അങ്ങനെ കണ്ടുമുട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണം ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മരിക്കാൻ പോകുന്നത് നിന്റെ മകള് സന്ധ്യ. ബാബ, സന്ധ്യ ജനിച്ചു ഉടനെ അവളുടെ അമ്മ മരിച്ചു. അവളുടെ അച്ഛനും അമ്മയും എല്ലാം അവൾക്ക് ഞാൻ തന്നെയാ. ഇപ്പൊ അവളും ഇല്ലാണ്ടായാല് ഞാൻ എങ്ങനെ ജീവിക്കും ബാബ? എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് ബാബ എന്നോട് എപ്പോഴും പറയാറില്ലേ? എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കും ബാബ. ഈ സ്വത്തെല്ലാം ഞാൻ അവൾക്ക് വേണ്ടിയാ സമ്പാദിച്ചത്. അവളില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം എനിക്ക് എന്തിനാ? ഇതെല്ലാം ഞാൻ ആശ്രമത്തിന് എഴുതി തരാം. എന്തെങ്കിലും ചെയ്ത് അവളെ രക്ഷിക്കു ബാബ. സന്ധ്യയെ രക്ഷിക്കണമെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം അവളോട് പറയരുത്. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ ബാബ. കണ്ടുമുട്ടി 24 മണിക്കൂറിനുള്ളിൽ, അതായത് സൂര്യാസ്തമയത്തിന് മുൻപ് സന്ധ്യ കണ്ടുമുട്ടിയ ആ പെൺകുട്ടി മരണപ്പെട്ടാൽ സന്ധ്യയെ രക്ഷിക്കാം. അവരെ പറ്റി മുഴുവനും അന്വേഷിച്ചു. അവര് ടൂറിസ്റ്റാണ്. ഇന്നാണ് അവർ ചെന്നൈയിലെത്തിയത്. പോയസ് ഗാർഡനിലാണ് താമസം. എവിടെയാ മോളെ? പറയേ, എന്താ ഇത്? ഇത് ടച്ച് ചെയ്തേ. അമ്മ
മോളെ. ആരാ നിങ്ങള്? ऋषेशाय नमः। ओम ऋषकेश्वराय नमः। ओम सिंहाख्य निधिनिधाय नमः। ओम मकराख्य निधिप्रियाय नमः। ओम नीलनित्याधिपाय नमः। ओम यलपिलापतये नमः। पौलस्त्याय नमः। ओम वरनित्याधिपाय नमः। ओम दक्षिणीभूताय नमः। ओम किन्नरेश्वराय नमः। ओम किं पुरुषनाथाय नमः। ओम नरवाहनाय नमः। ശ്രദ്ധിച്ചു കേൾക്കുക. നീയും സന്ധ്യയും ഇനി ഈ ജന്മത്തിൽ ഇവിടെ കാലെടുത്ത് വെക്കാൻ പാടില്ല. ശരി ബാബ. സന്ധ്യ, തന്റെ കുഞ്ഞിന്റെ ജന്മത്തിന് വേണ്ടി മറ്റൊരു കുഞ്ഞിന്റെ ജീവൻ എടുത്തതിന് തന്റെ സ്വത്ത് മുഴുവൻ ആശ്രമത്തിന് എഴുതി കൊടുത്തിട്ട് നാട് വിട്ടുപോയ സുരേന്ദ്രൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു.
അതിനുശേഷം സന്ധ്യ ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. നിങ്ങള് അപ്പൊ സന്ധ്യയെ രക്ഷപ്പെടുത്തിയില്ലേ? ഇപ്പൊ സന്ധ്യക്ക് എന്താ പറ്റിയ ബാബ? അന്ന് നിത്യയെ പുറമ്പോക്കിൽ കുഴിച്ചിട്ട സ്ഥലം പിന്നീട് 15 വർഷങ്ങൾക്കിപ്പുറം ആ സ്ഥലം വലിയൊരു നഗരമായി മാറി. അതിനുശേഷം നിത്യയുടെ ശവകുടീരത്തിന് മുകളിലായി ഒരു വീട് പണിതപ്പോൾ L നമ്പർ വീടാണ്. നീ സന്ധ്യയെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ആ വീട്ടിലേക്ക് തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സന്ധ്യ ശരീരം മാത്രമാണ് അവൾക്കുള്ളത്, ആത്മാവ് നിത്യയുടേതാണ്. നിങ്ങൾ ആ വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു തവണയെങ്കിലും വീട് വിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടോ സന്ധ്യ? പുറത്തു പോയാലോ? റെഡി ആയിട്ട് സന്ധ്യ, ഈ വീട്ടിൽ നിന്ന് മാറിയാലോ? ഈ വീട്ടിൽ നിന്ന് മാറാനുള്ള ഒരു വഴിയില്ല. എനിക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുമെന്ന് അറിയില്ല. നിന്നെ കൊണ്ടുപോകാനും പറ്റുന്നില്ല. ഇല്ല, പഞ്ചഭൂതങ്ങളെ കൊണ്ട് 4 ദിക്കിലും നിത്യയുടെ ആത്മാവിനെ ബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ പുറത്തേക്ക് വരാത്തത്. അങ്ങനെ ആ വീട്ടിലിരിക്കുന്ന പഞ്ചഭൂതങ്ങളാണ് അവൾക്ക് തുണയായിട്ടുള്ളത്. അവരുടെ അനുഗ്രഹമില്ലാതെ സന്ധ്യയെ സംരക്ഷിക്കാൻ നമുക്കാവില്ല. ബാബ, എന്തെങ്കിലും ചെയ്യൂ ബാബ. ഓം നമഃ ശിവായ. അഗ്നി പഞ്ചഭൂതങ്ങൾക്കെല്ലാം അധിപനാണ്. ഇവിടെയുള്ള എല്ലാ ശക്തികളെയും നിയന്ത്രിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാനുള്ള ശക്തിയുണ്ട്. നമ്മൾ ചെയ്യുന്ന പൂജകളെയെല്ലാം ദൈവപാദങ്ങളിൽ എത്തിക്കുന്നത് അവനാണ്. കൺമുന്നിൽ തെളിയുന്ന പ്രപഞ്ചശക്തി. നിത്യയുടെ മുൻപിൽ അഗ്നിയെ കൊണ്ടുപോയാൽ സന്ധ്യ അവൾ വെറുതെ വിടും. അതുകൊണ്ട് നിത്യയുടെ ആത്മാവ് വസിക്കുന്ന ആ വീട്ടിലേക്ക് അഗ്നിയെ കൊണ്ടുപോകാനുള്ള ശക്തി എനിക്കില്ല. ഇപ്പോൾ സന്ധ്യയെ രക്ഷിക്കാനുള്ള ശക്തി എനിക്കില്ല. അത് ഈ സമയത്തിനുള്ളിൽ സന്ധ്യ മരിച്ചു പോയിട്ടുണ്ടാകണം. ഇല്ല ബാബ, സന്ധ്യ എപ്പോഴും ജീവനോടെ ഉണ്ട്. സന്ധ്യ സന്ധ്യ, ഞാൻ നിന്റെ സന്ധ്യ അല്ലടാ, നിത്യ. ഞാൻ സന്ധ്യ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് നീ എന്നെ ബന്ധനത്തിലാക്കിയല്ലേ സ്വാമി? എന്റെ സ്വത്തിന് വേണ്ടി നീ എന്നെ കൊന്നതുപോലെ ഞാനും നിന്നെ കൊന്നുകളയുമെന്ന് ഭയന്നിട്ടാണല്ലേ എന്നെ ബന്ധനത്തിലാക്കിയത്. നിന്റെ മരണം കാണാൻ വേണ്ടി തന്നെയാണ് 15 വർഷങ്ങളായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത്. നീ ഇവിടേക്ക് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ ഇവിടെ കാലെടുത്ത് വെച്ച നിമിഷം തന്നെ, ആ നിമിഷം തന്നെ ഞാൻ സന്ധ്യയുടെ ദേഹത്ത് വന്ന് കയറി. നീ എന്നോട് ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്ക് നീ ഇപ്പൊ പിടഞ്ഞ് മരിക്കാൻ പോവാ. നീ എങ്ങനെയാണ് എന്നെ കൊല്ലുന്നത്? നീ സന്ധ്യയുടെ ശരീരത്തിലല്ലേ പ്രവേശിച്ചിരിക്കുന്നത്? എന്റെ ദിഗ്ബന്ധനത്താൽ നിനക്ക് പുറത്തു വരാനാവുകയില്ല. എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അവനെ അങ്ങോട്ട് വിട്ടത്. ഇപ്പൊ നിന്നെ കൊല്ലാൻ പോകുന്നത് വേറെ ആരുമല്ല, അവൻ തന്നെയായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്നത്. നീ എന്തായി പറയുന്നത്? ബാബയെ ഞാനെന്തിനു കൊല്ലുന്നത്? നീ എന്തായി പറയുന്നത്? നീ കൊല്ലും. ഇല്ല, ഞാൻ കൊല്ലില്ല. നീ നിന്റെ സന്ധ്യക്ക് വേണ്ടി തന്നെ ഈ സ്വാമിയെ കൊല്ലും. ഞാൻ പറയുന്നത് കേൾക്ക്. നിന്റെ സന്ധ്യയെ കൊന്നു കളയൊന്ന് പറഞ്ഞാലും നീ കൊല്ലില്ലേ? ബാബാ, 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 നീ ഇപ്പോ അവനെ കൊന്നില്ലെങ്കിൽ നിന്റെ സന്ധ്യ ഇപ്പോ കൊല്ലപ്പെടും. ഇല്ല, ഞാൻ കൊല്ലില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. സന്ധ്യ ഒന്നും ചെയ്യലേ, പ്ലീസ് പ്ലീസ് ഒന്നും ചെയ്യലേ. അവനെ നീ കൊല്ലാതെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ സന്ധ്യയുടെ ജീവൻ പോകും.
സന്ധ്യ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ഗുഹ്യകേശ്വരായ നമഃ. ഓം സംഖ്യാകനിതനിതേശ്വരായ നമഃ. ഓം അഘരാഗ്യനിധിപ്രിയായ നമഃ. ഓം നീലനിത്യാധിപായ നമഃ. നീ ചെയ്തില്ലെങ്കിൽ സന്ധ്യയെ കൊല്ലും. ഏയ് വേണ്ട വേണ്ട, കൊല്ലും ഞാൻ. പ്ലീസ് പ്ലീസ് വേണ്ട, അവനെ കൊല്ല്. പ്ലീസ് പ്ലീസ് വേണ്ട. കൊല്ല്. ഇവനെ കൊല്ലും. വിചാരിച്ച പോലെ ബാബയെ കൊന്നില്ലേ? ഇനിയെങ്കിലും സന്ധ്യയെ വിട്ടുടെ. എന്റെ മരണത്തിന് കാരണക്കാരായ 2 പേർ ഇനിയും ഈ ഭൂമിയിലുണ്ട്. സന്ധ്യയെ നിനക്ക് വേണമെങ്കിൽ നീ 2 പേരെയും കൊല്ലണം. പ്ലീസ് നിത്യ, പ്ലീസ് സന്ധ്യ വിട്. പ്ലീസ് പ്ലീസ് നിത്യ, കൊല്ല്. പ്ലീസ് നിത്യ, എന്റെ സന്ധ്യയെ വെറുതെ വിട് പ്ലീസ്. കൊന്നുകളയും. കൊല്ലാം കൊല്ലാം കൊല്ലാം. കൊല്ല്. ശരി, അവരാരെന്ന് പറ. ഇവരെ 2 പേരെയും കൂടി നീ കൊല്ലണം. കൊല്ല്. അവരെ 2 പേരെയും കൂടി നീ കൊന്നു കഴിഞ്ഞാൽ സന്ധ്യയെ ഞാൻ തിരിച്ചു തരാം. സന്ധ്യ, നീ വളരെ സൂത്രശാലിയാണ്. അന്ന് നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി എന്നെ കൊന്നുകളഞ്ഞു. ആ സ്വാമി എന്നെ കാശിന് വേണ്ടി ബന്ധനത്തിലാക്കി. ഇപ്പൊ നിന്റെ ഭർത്താവ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുന്നവരെല്ലാം ഇഞ്ചിഞ്ചായി കൊന്നുകളയും. പക്ഷെ അവൻ അറിയില്ല, എല്ലാവരെയും കൊന്നതിന് ശേഷം ഞാൻ നിന്നെയും കൊന്നുകളയുന്നു. ഇവനാണോ? അവനെ വെറുതെ വിടരുത്. കൊല്ല്.
2 പേര് ഈ ഭൂമിയിൽ നിന്ന് പോയി. ഇനി ഒരാള് കൂടിയുണ്ട്. അമ്മേ, ശ്രുതി ഇവിടെ ഇല്ലേ? അവളില്ല. നിങ്ങള് വരൂ. ഓക്കെ. അരുൺ ഇവിടെ ഉണ്ടോ? വീട്ടിലിപ്പോ ആരുമില്ല. നിങ്ങള് വരൂ. ആരുമില്ലെങ്കിൽ വരണ്ടെന്നല്ലേ പറയാറ്. ഇവളെന്താ ഇങ്ങനെ? എന്റെ സമയം നല്ലാന്ന് തോന്നുന്നു. ഞാൻ തനിച്ചേ ഉള്ളൂ. നിങ്ങള് വരൂന്നേ. ഒരു മിനിറ്റ് സാർ, ഞാൻ ആശ്രമത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബാബയെ ആരോ കൊലപ്പെടുത്തി. സാറിന് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. നീ ആരടി? നിത്യ. എന്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ വലിച്ചെറിയാറാ പതിവ്. ആരുടെയും പേര് ഞാൻ ഓർത്തു വെക്കാറില്ല. ഇങ്ങോട്ട് വാ. നിനക്കെന്താ വേണ്ടേ? എന്റെ അമ്മയെ നീ എന്താ ചെയ്ത? നിത്യ, എന്നെ വിട്. ഇങ്ങ് വാടി. ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ മതി. നല്ല ഫിഗറാണല്ലോ. എന്റെ മോളെ എന്താ ചെയ്യാൻ പോകുന്നത്? അവൾ ഉറപ്പായിട്ടും മരിക്കും. കൊന്നുകളയും. മനസ്സിലായി നിനക്ക്? എന്റെ മോളെ കൊന്നു കഴിഞ്ഞാ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എന്നെ കൊല്ല്, എന്നെ കൊല്ല്. എന്താടാ അത്? പ്രേതത്തിന്റെ ശബ്ദാടാ. റെക്കോർഡ് ചെയ്തോ? നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എങ്ങനെയാടാ? എത്ര നേരം ട്രൈ ചെയ്തു, തുറക്കുന്നേ ഇല്ലല്ലോ. നീ എന്താടാ ഒരു കൈയോടെ തള്ളുന്ന മറ്റേ കൈ എന്നെ തളർന്നു കിടക്കണോ? ഇത് അടപ്പാടാ. ഇനി എന്തിനാടാ മൂടി? നീലടാ എടുത്തു വെക്കാൻ പറഞ്ഞത്. അതെ, നീ എന്തിനാണ് പുറത്തെടുത്തത്? ബോട്ടിന് പൊട്ടിപ്പോയിട്ട് പിന്നെ എന്തിനാടാ മൂടി? അടപ്പെടുത്ത് എന്റെ മേത്തേക്ക് എറിഞ്ഞത്. കൊല്ലടാ, കൊല്ലടാ, കൊല്ലടാ എന്നെ. കൊല്ല്, കൊല്ല്, കൊല്ല്. ചെല്ലടാ, പോയി പിടി കൊടുക്കടാ. വരുന്നു.
അവനെവിടെ? ഞാൻ അകത്താക്കി. മിണ്ടായിരടാ. ഞാൻ അകത്താക്കി. നിത്യ, നിനക്ക് ആവശ്യമുള്ളത് ആ 3 പേരായിരുന്നില്ലേ? അവര് 3 പേരും മരിച്ചുപോയില്ലേ? ഇപ്പോഴെങ്കിലും ദയവ് ചെയ്ത് സന്ധ്യയെ വിട്ടൂടെ പ്ലീസ്? ഞാനിപ്പോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ പോലെ സന്തോഷമായിട്ടിരുന്നേനെ. ഇന്നെന്റെ അമ്മ എന്റെ അടുത്ത് സന്തോഷമായിട്ടുണ്ടായിരുന്നേനെ. ഇതെല്ലാം നടക്കാതെ ഇരുന്നതിന്റെ കാരണം തന്നെ നിന്റെ സന്ധ്യയാണ്. അതുകൊണ്ട് തന്നെ ഇവളെയും ഞാൻ കൊല്ലാൻ പോവുകയാണ്. ഞാൻ പറയുന്നേക്ക്. സന്ധ്യ വിട്ടേക്ക്. സന്ധ്യക്ക് ഒന്നും അറിയില്ല. അവള് വളരെ നല്ല കുട്ടിയാ. അവൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഞാനാണോ തെറ്റ് ചെയ്തത്? അവളുടെ സന്തോഷത്തിനായി എന്നെ കൊന്നില്ലേ? അതിന് പകരമായി ഇവളെയും ഞാൻ കൊന്നുകളയും. പക്ഷെ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ സന്ധ്യയില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. പ്ലീസ് പ്ലീസ്. അങ്ങനെയാണെങ്കിൽ അവള് ചാകുന്നത് നീയും കണ്ടോ? ആ 3 പേരും ചത്തുപോയി. ഇനി ഇവള് മാത്രമേ ഭൂമിയിലുള്ളൂ. ആ 3 പേരും മരിച്ചിട്ടില്ല. അതിലൊരാൾ ബാക്കിയുണ്ട്. ഇല്ല, അവര് 3 പേരും ചത്തു. ഞാൻ കണ്ടതാ. ഇല്ല, കൊന്നത് ഞാനല്ലേ. അവിടെ നിന്ന് ആംബുലൻസ് അവനെ കൂട്ടിക്കൊണ്ടുപോയി ആശുപത്രിയിൽ വിട്ടിട്ടുണ്ട്. അവൻ ആശുപത്രിയിൽ ഐസിയിലുണ്ട്. ഇപ്പോഴും ജീവനോടുണ്ട്. അവനെ പോയി കൊല്ല്. അവനെ കൊല്ലണമെന്നോ? അങ്ങനെയാണെങ്കിൽ എന്റെ സന്ധ്യ വിട്ടു പോ. അവനെ പോയി കൊല്ല്. നമഃശിവായ. അഗ്നി പഞ്ചഭൂതങ്ങൾക്കെല്ലാം അധിപനാണ്. ഇവിടെയുള്ള എല്ലാ ശക്തികളെയും നിയന്ത്രിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാനുള്ള ശക്തിയുണ്ട്. നമ്മൾ ചെയ്യുന്ന പൂജകളെയെല്ലാം ദൈവപാദങ്ങളിൽ എത്തിക്കുന്നത് അവനാണ്. കൺമുന്നിൽ തെളിയുന്ന പ്രപഞ്ചശക്തി. നിത്യയുടെ മുൻപിൽ അഗ്നിയെ കൊണ്ടുപോയാൽ സന്ധ്യ അവൾ വെറുതെ വിടും. അതുകൊണ്ട് നിത്യയുടെ ആത്മാവ് വസിക്കുന്ന ആ വീട്ടിലേക്ക് അഗ്നിയെ കൊണ്ടുപോകാനുള്ള ശക്തി എനിക്കില്ല. യജ്ഞവിദ്യ മഹാവിദ്യ ഗുഹ്യവിദ്യ ച ശോഭനേ ആത്മവിദ്യ ച ദേവിത്വം വിമുക്തി ഫലദായിനി. തീയില് വെന്ത് നീ ചാവാൻ പോവാണോ? ഞാൻ അവനെ കൊന്നാലും കൊന്നില്ലെങ്കിലും എങ്ങനെ ഇരുന്നാലും നീ അവളെ കൊല്ലുമെന്ന് എനിക്കറിയാം. സന്ധ്യയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ജീവനോടെ ഇരിക്കില്ല. അതുകൊണ്ട് കൊന്നേക്കാം. എന്നെ, സന്ധ്യയെ, പിന്നെ നീ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന അവനെ എല്ലാവരും ഒരുമിച്ച് കൊന്നുകളയാം. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. വേണ്ട, എന്നെ വിട്ടേക്ക്. ഞാൻ ഇവളെ കൊല്ലും. വേണ്ട, എന്നെ വിട്. വേണ്ട.
സന്ധ്യ 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 എഴുന്നേക്ക്. സന്ധ്യ ഇവിടെ നോക്ക്. സന്ധ്യ 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 സന്ധ്യ, നീ അനുഭവിച്ച ഈ വേദന, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങള്, നിന്നെ കഷ്ടപ്പെടുത്തുന്ന ഈ കഥകളെല്ലാം ഒരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. നമസ്കാരം സാർ. നമസ്കാരം മാഡം. നിങ്ങളോട് പറഞ്ഞ വീട് ഇതാ. അകത്ത് സൗകര്യങ്ങൾ സൂപ്പർ. മനസ്സിലായിട്ട് 3-4 ദിവസമായിട്ട് നീ ഇത് തന്നെ പറയുന്നത്. ഇതിനൊക്കെ എന്തിനാ സാർ ദേഷ്യപ്പെടുന്നേ? ഇതിനു മുമ്പ് കാണിച്ച വീട് പോലെ അല്ല സാർ ഇത്. അതാ സാറേ ഞങ്ങളുടെ ട്രിക്ക്. ആദ്യം സാധാരണ വീടൊക്കെ കാണിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള അടിപൊളി വീട് കാണിക്കും. ഇതുപോലുള്ള വീടിന്റെ ബ്യൂട്ടി ആസ്വദിക്കണമെങ്കിൽ ടേസ്റ്റ് വേണം സാറേ. ഡിസൈൻ അത്രയ്ക്ക് നല്ലതാണെന്നോ നീ ഉള്ളിൽ പറയുന്നത്? സൂപ്പറാണ് സാറേ. ഈ വീട് കെട്ടിയത് ഒരു ചൈനക്കാരനാ. പാവം, എല്ലാ കാര്യങ്ങളും അങ്ങേര് തന്നെ നോക്കി നിന്ന് ചെയ്യിച്ചതാ. തീരുന്നതിന് മുന്നേ അങ്ങേര് പോയി. എന്താ പോയെന്നോ? പോയെന്നോ? ഇത്രയ്ക്ക് ഷോക്കാവല്ലേ മാഡം? അങ്ങേര് ചൈനക്കാ പോയത്. ദേ ഈ വഴി എൻട്രൻസ്. ദേവാ, പുറമേ കണ്ടിട്ട് നല്ലപോലെ തോന്നുന്നുണ്ട്. വീടിനകം എങ്ങനെയാണെന്ന് ആർക്കറിയാൻ പറ്റും? വാടോ, വന്ന് തുറന്നു കാണിക്കേ. കുഴപ്പമില്ല സാർ, നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വാ. എന്താ നിങ്ങൾ വരുന്നില്ല അകത്തേക്ക്? സാർ, ഞാൻ കുറെ തവണ കണ്ടതല്ലേ സാർ. ഉള്ളിൽ കയറി നോക്ക്, നല്ല സൗകര്യ. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ചു വരില്ല. അതങ്ങനല്ല സാറേ. വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരില്ലെന്നാ പറഞ്ഞേ. കണ്ട ഉടനെ നിങ്ങൾക്ക് ഇഷ്ടാവും. ഉടനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇവൻ വരുന്നു തോന്നുന്നില്ല, നമുക്ക് പോകാം. നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വാ. വീട് കെട്ടി അവൻ ചൈനയിൽ പോയി. ഇതിനു മുമ്പ് പോയവർക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ലല്ലോ. ദേ നോക്കി നോക്ക്. എഴുന്നേക്ക്. എടോ, ഒന്ന് കയറുന്ന ഉറങ്ങാൻ അങ്ങോട്ട് നോക്ക്. അവളെ കൊല്ല്, ഇല്ലെങ്കിൽ ഇവളെ കൊല്ലും ഞാനിപ്പോ. ഞാനിവളെ കൊല്ലും. So baby, oh baby soja. Sorna kaattu pole bhoomi ninne chuttunnadi. Street light pole parnu nadannadum. Street light paattu pole neeyo ketto nee. Goodbye ennu paranjidenda. Butterfly pole paranal nee. കണ്ട സ്വപ്നമോ നീയുമാണോ? ഓ ഫ്ലൈ. So baby, oh baby soja.